ഓക്കെ, നമ്മൾ ഇന്നലെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തത്, അതായത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ എന്താ പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സസ് ആണ് അല്ലെ കൺട്രോൾ ചെയ്യുന്നത്. മാർക്കറ്റ് ഫോഴ്സ് ഡിമാൻഡ് സപ്ലൈക്കും അനുസരിച്ചാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആകുന്നത്. അടുത്തത് നമ്മൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗവൺമെന്റ് കൺട്രോൾസ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഉള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു എന്താ പറയാ, നമ്മളൊരു എക്സ്ചേഞ്ച് റേറ്റ്, ഒരു ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആദ്യം ഫിക്സ് ചെയ്യും. അതിൽ നിന്ന് ഫ്ലക്ച്വേഷൻസ്, വളരെ ചെറിയ ഫ്ലക്ച്വേഷൻസ് മാത്രമേ അനുവദിക്കുള്ളൂ. ഇനി ഈ റേഞ്ചിന്റെ പുറത്തേക്ക് ഒരു റേഞ്ച് വെച്ചിട്ടുണ്ടാവും. ആ റേഞ്ചിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ആ റേഞ്ചിൽ കൂടുതലോ ആ റേഞ്ചിൽ കുറവോ എക്സ്ചേഞ്ച് റേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, വാല്യൂ കൂട്ടാൻ, അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും വേണ്ടി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കറൻസീസ് സെയിൽ ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? അതുപോലെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് നടത്തും. അതായത് ഇപ്പൊ ഒരു പരിധി കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഒരു ഫിക്സഡ് റേഞ്ചിനുള്ളിൽ നിന്ന് എക്സ്ചേഞ്ച് റേറ്റ് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് പർച്ചേസ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ അതിന്റെ സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി. അതിന്റെ സപ്ലൈ കുറയുമ്പോൾ നോർമലായിട്ട് എന്താ ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ഇതില്ലാതെ വരുമ്പോൾ അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒരു പരിധി കൂടുതൽ താഴോട്ട് പോയി കഴിയുമ്പോൾ ഗവൺമെന്റ് അത് പർച്ചേസ് ചെയ്യും. റീപർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അവൈലബിലിറ്റി കുറയും. അവൈലബിലിറ്റി കുറയുമ്പോൾ ആ കറൻസിയുടെ ഡിമാൻഡ് കൂടും. സോ അത് അപ്രീഷിയേറ്റ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് നടത്തും. സോ അങ്ങനെ അതിനെയാണ് നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു വാല്യൂല് കൂടുതലോ കുറവോ ആയിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ച് വെച്ചിട്ടുണ്ടാവും. ആ റേഞ്ചിൽ താഴെയോ മുകളിലോ പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് നടത്തും അതിനെ കറക്റ്റ് റേഞ്ചിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റില് ഓക്കെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഇക്വിലിബ്രിയം റേറ്റിനേക്കാൾ മുകളിലാണ്, അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിമാൻഡ് സപ്ലൈ ഒക്കെ ഈക്വൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്. സോ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റിനേക്കാൾ കൂടുതലാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കറൻസി ഓവർ വാല്യൂഡ് ആണെന്നാണ്. നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുതലാണ്. നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പോർട്ട് കൂടും. എക്സ്പോർട്ട് എങ്ങനെയായിരിക്കും? എക്സ്പോർട്ട് കുറവായിരിക്കും. കാരണം മറ്റ് കൺട്രീസിന് കൂടുതൽ എമൗണ്ട് പേ ചെയ്താലേ നമ്മുടെ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. സോ ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമായിരിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും വരിക അല്ലെ? നമുക്ക് നഷ്ടമല്ലേ വരുന്നത്? കാരണം നമ്മുടെ ഇമ്പോർട്ട് ആണ് എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ. സോ നമുക്ക് നഷ്ടമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് അവരുടെ തന്നെ കറൻസി മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ കറൻസി സെയിൽ ചെയ്തോ തിരിച്ച് അതേ റേറ്റിലേക്ക് എക്സ്ചേഞ്ച് റേറ്റ് എത്തിക്കും. അതായത് ഇക്വിലിബ്രിയം റേറ്റിലേക്ക് എത്തിക്കും. ക്ലിയർ ആയോ? ഇനി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഇക്വിലിബ്രിയം റേറ്റിനേക്കാളും താഴെയാണെന്ന് വിചാരിക്കുക, ബിലോ ആണെന്ന് വിചാരിക്കുക. ബിലോ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കറൻസി അണ്ടർ വാല്യൂഡ് ആണെന്നാണ് അർത്ഥം. കറൻസി അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? കറൻസി അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കൂടുതലായിരിക്കും. ഫോറിനേഴ്സിന് നമ്മുടെ ഇവിടുന്ന് സാധനം വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം അവർക്ക് കുറച്ച് എമൗണ്ട് പേ ചെയ്താൽ മതി. കാരണം നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറവാണല്ലോ, അവരുടെ കറൻസിയുടെ വാല്യൂ ആണല്ലോ കൂടുതൽ. സോ അവർക്ക് കുറച്ച് എമൗണ്ട് പേ ചെയ്താൽ നമ്മുടെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. സോ നമ്മുടെ എക്സ്പോർട്ട് കൂടുതലായിരിക്കും. നമ്മുടെ ഇമ്പോർട്ട് എങ്ങനെയായിരിക്കും?
ഇമ്പോർട്ട് ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രേഡ് സർപ്ലസ് ആയിരിക്കും. ഓക്കെ, ട്രേഡ് സർപ്ലസ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കറൻസി ഡീവാല്യൂ ചെയ്താൽ അല്ലെങ്കിൽ ഡീവാലുവേഷൻ ഡിപ്രീഷിയേറ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയൊരു കൺട്രിക്ക് ഉണ്ടാകുന്ന ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ട്രേഡ് സർപ്ലസ് ആകും. അതായത് നമ്മുടെ എക്സ്പോർട്ട് കൂടും. അതുകൊണ്ട് തന്നെ മിക്ക കറൻസികളും ഡീവാല്യൂ ചെയ്യുന്നത്, അതായത് മിക്ക കറൻസികളും ഡീവാല്യൂ ആണെങ്കിലും ചിലപ്പോൾ ഗവൺമെന്റ് അത് ഇന്റർവെൻഷൻസ് നടത്താതിരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ഓക്കെ, ഇപ്പൊ ചൈനയിലൊക്കെ സാധനങ്ങളുടെ വാല്യൂ ഭയങ്കര ചീപ്പാണ് അല്ലെ? ചൈനയിലെ പ്രൊഡക്റ്റ് ഒക്കെ ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ എക്സ്പോർട്ട് കൂടുന്നത്. അതാണല്ലോ അവരുടെ ട്രേഡ് സർപ്ലസ് ആവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അവരത് ഒരിക്കലും അവരുടെ കറൻസി ഒരു പരിധി കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് പി ആണ്, അതായത് ഡിമാൻഡ് കർവ് തന്നിട്ടുണ്ട്, സപ്ലൈ കർവ് തന്നിട്ടുണ്ട്. പി ആണ് ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആകുന്ന പോയിന്റ് എന്നുള്ള പ്രൈസ്. പി ആണ് ഇക്വിലിബ്രിയം റേറ്റ്. ഇഫ് ഇക്വിലിബ്രിയം റേറ്റിന്റെ മുകളിലേക്ക് പോകുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ കറൻസിയുടെ സപ്ലൈ കൂടും. നമ്മുടെ കറൻസിയുടെ സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും അല്ലെ? ഡിമാൻഡ് കുറയും. ദാറ്റ് മീൻസ് ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും. ഇനി അതേ സ്ഥാനത്ത് ഇക്വിലിബ്രിയം പ്രൈസിന്റെ താഴെ പോകുവാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയും. ഡിമാൻഡ് കൂടും, ഡിമാൻഡ് ഇത്രയും ഉണ്ടാവും, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ. സപ്ലൈ ഇത്രേ ഉണ്ടാവുള്ളൂ. സോ ഇത്രയും നമുക്ക് ട്രേഡ് സർപ്ലസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെയും പറയുന്നത്. അതിനെ നോട്ട് ചെറുതാക്കി പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റില് ഗവൺമെന്റ് ബൈസ് ആൻഡ് സെൽസ് ഇറ്റ്സ് ഓൺ കറൻസി ടു കൺട്രോൾ ഇറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് അവരുടെ തന്നെ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാ? എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. വേറെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാണ്. ഇനി പറയുന്നത് മാനേജ്ഡ് ഫ്ലോട്ട് ആണ്. മാനേജ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ്. മാനേജ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. അതായത് ഫ്രീ മാർക്കറ്റിന്റെയും അതായത് ഫിക്സഡ് സിസ്റ്റത്തിന്റെയും. ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് ഫോഴ്സസ് ആയിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അല്ലെ? ഫിക്സഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനെയാണ് നമ്മൾ മാനേജ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് മാർക്കറ്റ് ഫോഴ്സിനനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഒരു റേഞ്ചിൽ കൂടുതൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ നടത്തുകയും ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി
പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്മോൾ കൺട്രീസ് ആണ്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെയിം തിങ് തന്നെയാണ്. അതായത് ഒരു ടാർഗറ്റ് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, ടാർഗറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും, ഒരു റേഞ്ച് ഫിക്സ് ചെയ്യും. ആ റേഞ്ചിനുള്ളിൽ മാത്രം ഫ്ലക്ച്വേഷൻസ് അനുവദിക്കും. ആ റേഞ്ച് ടാർഗറ്റ് എക്സ്ചേഞ്ച് റേറ്റിന്റെ അല്ലെങ്കിൽ ആ റേഞ്ചിന് കൂടുതലോ കുറവോ ആകാൻ പാടില്ല. അതാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ടാർഗറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. ആ ടാർഗറ്റ് എക്സ്ചേഞ്ച് റേറ്റിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിനുള്ളിലായിരിക്കണം. അതായത് ടാർഗറ്റ് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഉള്ളിലായിരിക്കണം. അതിൽ കൂടുതലോ അതിൽ കുറവോ ആകരുത്, അതിന്റെ ഉള്ളിലായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയുന്ന ഇന്ററാക്ഷൻസ് ഓഫ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ ഒരേ സമയത്ത് മോർ ദാൻ വൺ ഫാക്ടർ അഫക്ട് ചെയ്യും, അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഇപ്പൊ ഹയർ ഇൻകം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ ഒരേ സമയത്ത് ഒരേപോലെ ഇൻഫ്ലുവൻസ്. അതായത് ഇപ്പൊ നമുക്ക് ഹൈ ഇൻകം ആണെന്ന് വിചാരിക്കാം, അല്ലെ? ഹൈ ഇൻകം ആണെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ എമൗണ്ട് ഉണ്ടാവും, അല്ലെ റീറ്റെയിൻ ചെയ്യാൻ ഇഷ്ടംപോലെ എമൗണ്ട് ഉണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആവശ്യപ്പെടും, ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമി ഗ്രോത്ത് ആയിരിക്കും, ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. സോ ഒരേ ടൈമില് ഒരുപാട് ഫാക്ടേഴ്സ്, ഒരു ഫാക്ടർ അല്ല, മോർ ദാൻ വൺ ഫാക്ടർ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ അഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനിയുള്ളത് ഫോറിൻ കറൻസി ക്രോസ് റേറ്റ്. ക്രോസ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ക്രോസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓക്കെ, ക്രോസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോ അതായത് നമ്മള് അധികം ട്രേഡ് ചെയ്യാത്ത, ഇതിപ്പോ നമുക്ക് ഇന്ത്യയും യു എസും തമ്മിൽ ഒരുപാട് ട്രേഡ് നടക്കുന്നുണ്ട്. ഇന്ത്യയും യു എസും തമ്മിൽ ഒരുപാട് ട്രേഡ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇന്ത്യയും യു എസും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം ഇന്ത്യ അധികം ഒട്ടും ട്രാൻസാക്ഷൻസ് നടത്താത്ത കൺട്രി ഉണ്ടാവും. അതായത് നമ്മൾ അധികം ട്രേഡ് നടത്താത്ത കൺട്രിയിലെ കറൻസികൾ. സോ നമ്മൾ അധികം ട്രേഡ് നടത്താത്ത കൺട്രിയിലെ കറൻസിയും നമ്മുടെ കറൻസിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു തേർഡ് കറൻസിയെ യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ചെറിയ ഏതെങ്കിലും ഒരു കൺട്രി എടുക്കുക. ഒരു ചെറിയ കൺട്രി പറയാം. ഓക്കെ, ഇപ്പൊ നെതർലൻഡ്സ്, വിയറ്റ്നാം, എന്തെങ്കിലും ആട്ടെ, നെതർലൻഡ്സ് അല്ലെങ്കിൽ വിയറ്റ്നാം, ഇതൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ആയിട്ട് അധികം ട്രാൻസാക്ഷൻസ്, ഞാൻ യു എസ് എടുക്കുവാണേ, എപ്പോഴും വിട്ടുപോവാ. ഇന്ത്യ ആയിട്ട് എടുത്ത് കഴിഞ്ഞതിനേക്കാൾ നല്ലത് യു എസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, യു എസ് ആണല്ലോ ഇപ്പൊ നമ്മുടെ ഹോം കൺട്രി. സോ യു എസുമായിട്ട് അധികം ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ പോട്ടെ, യു എസ് എന്ന് പറയുന്ന ഒരു വലിയ കൺട്രി ആണല്ലോ, അത് പോട്ടെ. സോ ഇപ്പം നെതർലൻഡ്സും വിയറ്റ്നാമും രണ്ട് കൺട്രി.
ഇത് രണ്ടും ചെറിയ കൺട്രീസ് ആണ് അല്ലെ, വിയറ്റ്നാമും നെതർലൻഡ്സ് ചെറുതാണ്, നെതർലൻഡ്സും രണ്ട് കൺട്രി. ഇവര് തമ്മിൽ അധികം ട്രാൻസാക്ഷൻസ് നടത്തുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നെതർലൻഡ്സും വിയറ്റ്നാമും തമ്മിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും യുഎസുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. സോ നമ്മൾ യുഎസിന്റെ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് യുഎസ് ഡോളേഴ്സ് യൂസ് ചെയ്ത് ഇവര് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനെയാണ് നമ്മൾ ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ടു തിൻലി ട്രേഡ് കറൻസി തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു തേർഡ് കറൻസി യൂസ് ചെയ്യും. കൺസെപ്റ്റ് മനസ്സിലായോ? അധികം ട്രേഡ് ചെയ്യാത്ത രണ്ട് കറൻസീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ തേർഡ് കറൻസിയെ യൂസ് ചെയ്യുന്നതിനെയാണ് ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. അത് കൺസെപ്റ്റ് മനസ്സിലായോ എന്താ? അതിനെയാണ് നമ്മൾ ക്രോസ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ക്രോസ് റേറ്റ് ടേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രോസ് റേറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, ഡിഫറെന്റ് പല പല പെയറിലുള്ള കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റ് കാണിക്കുന്നതാണ്. ഇപ്പൊ അധികം ട്രാൻസാക്ഷൻസ് നടത്താത്ത കൺട്രികളുടെ അടുത്ത ടോപ്പിക്കായിട്ടല്ല അടുത്ത സെക്ഷൻ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെയാണ് നമ്മൾ ക്രോസ് റേറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് കോട്ടും ക്രോസ് റേറ്റ് ടേബിളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, ക്രോസ് റേറ്റ് ടേബിളിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാകും? അതായത് ഇപ്പൊ ടു തിൻലി കറൻസി എടുക്കുവാണെങ്കിൽ അതായത് ഫസ്റ്റ് വിയറ്റ്നാമും യുഎസും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റും ഉണ്ടാവും, അതൊരു പെയർ. അതുപോലെ നെതർലൻഡ്സും യുഎസും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റും ഉണ്ടാവും. അതായത് ഒന്നിൽ കൂടുതൽ പെയേഴ്സ് ഓഫ് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റുകൾ ഉണ്ടാവും ക്രോസ് റേറ്റ് ടേബിളിൽ. ക്ലിയർ ആയോ? ക്രോസ് റേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കറൻസീസ് അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് കാണിച്ചിട്ടുണ്ടാവും ക്രോസ് റേറ്റ് ടേബിളിൽ. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുത്തതാണെങ്കിൽ നെതർലൻഡും വിയറ്റ്നാമും ആണ്. അപ്പം നെതർലൻഡും യുഎസും ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ വിയറ്റ്നാമും യുഎസും ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റും ക്രോസ് റേറ്റ് ടേബിളിൽ ഉണ്ടാവും. ഇതിൽ നിന്നാണ് നമ്മൾ വിയറ്റ്നാമും നെതർലൻഡ്സും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സാധാ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് കോട്ടിലാണെങ്കിലോ, ഇതിലാണെങ്കിലോ, അതായത് ഓൺലി വൺ കറൻസി ഉണ്ടാവുള്ളൂ അല്ലെ, ഒരു കറൻസി ഈക്വൽ ടു എത്ര കറൻസി ആണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ക്രോസ് റേറ്റിൽ പറഞ്ഞത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ എന്തായാലും അതിന് AWG എന്നാണ് പറയുന്നത്, ബെല്ലീസ് ഡോളർ. ഇത് രണ്ടെണ്ണമാണ് ഉള്ളത്. ഓക്കെ, സോ AWG ആൻഡ് BZD ഇതാണ് ഇതിന്റെ നെയിം പറയുന്നത്. So listed on the currency exchange is a calculated price that has been derived from the exchange rate between the US dollar and the AWGB and okay. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് തന്നിരിക്കുകയാണ്. എക്സ്ചേഞ്ച് റേറ്റ് തന്നിരിക്കുന്നത് ആദ്യത്തെ നോക്കണ്ട, താഴോട്ട് നോക്കാം. ഇത് നോക്കാം കേട്ടോ, ഇത് ഇവിടെ തൊട്ട് നോക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് അവർ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ടെണ്ണത്തിന്റെ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട്. ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ US ഡോളർ ആൻഡ് അതായത് 1 USD ഈക്വൽ ടു 1.7898 AWG എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 1 USD ഈക്വൽ ടു 1.7898. ഇനി എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ US ഡോളർ ആൻഡ് ബെല്ലീസ് ഡോളറും തന്നിട്ടുണ്ട്. 1 USD ഈക്വൽ ടു 1.99 BZD. ക്ലിയർ ആയോ? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AWGയും BSDയും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ്.
സോ ഇവർ തമ്മിൽ അധികം ട്രാൻസാക്ഷൻസ് നടത്താത്തത് കൊണ്ട് നമ്മൾ US ഡോളറിനെ എടുക്കുവാണ് തേർഡ് കറൻസി ആയിട്ട്. ഓക്കെ, US ഡോളറിനെ തേർഡ് കറൻസി ആയിട്ട് എടുത്തു. സോ 1 USD ഈക്വൽ ടു എത്ര AWGP ആണ് തന്നിട്ടുണ്ട്, AWG ആണ് തന്നിട്ടുണ്ട്, 1.7898 ആണ് AWG. ഇനി അതുപോലെ തന്നെ 1 USD ഈക്വൽ ടു 1.99 BSD ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് AWG BSD, അതായത് 1 AWG ഈക്വൽ ടു എത്ര BZD എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 AWGB ഈക്വൽ ടു എത്ര BZD എന്നാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് BZD ഡിവൈഡഡ് ബൈ AWG, 1 USD ഈക്വൽ ടു AWG എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ്? നമ്മൾ 1 കണ്ടുപിടിക്കേണ്ടതല്ലേ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്? എവിടെ തൊട്ടാ പറയേണ്ടത്? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇത്രയും മനസ്സിലായില്ലേ? അതായത് ഇത്രയും നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതാണ് പറയേണ്ടത്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ AWG, അതായത് 1 AWG ഈക്വൽ ടു എത്ര BZD എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 ഇവിടെയല്ലേ, നമ്മൾ 1 എന്ന് പറയുന്ന സാധനം ആയിരിക്കില്ലേ എപ്പോഴും ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്നത്. അതായത് നിങ്ങളിപ്പോ 1 USD ഈക്വൽ ടു 0.5, ചുമ്മാതെയാണേ, വെറുതെ ഒരു ഇക്വേഷൻ ഉള്ള യൂറോ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ 1 യൂറോ കണ്ടുപിടിക്കണമെങ്കിൽ 1 കണ്ടുപിടിക്കണമെങ്കിൽ ഏതാണോ 1 ആക്കേണ്ടത് അതിനെയല്ലേ നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതായത് എന്താ പറയാ, ഇത് ഇങ്ങനെ ഇതിപ്പോ ഇവര് രണ്ട് കേസ് പറയുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോ ബേസ് കറൻസി US ആയിട്ടാണ് തരുന്നത് എങ്കിൽ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബേസ് കറൻസി US, അതായത് തേർഡ് കറൻസി ബേസ് കറൻസി ആക്കി തരുവാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ AWG BZD എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടെ AWGBയുടെ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? ഡൗട്ട് ആയോ? ഡൗട്ട് ആയോ? കൺഫ്യൂസ്ഡ് ആയി? ഓക്കെ, എങ്കിൽ ഒരു കാര്യം ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് രണ്ട് രീതിയിൽ തരാം. ഒന്ന് 1 USD ഈക്വൽ ടു എത്ര AWG ആണെന്നും തരാം. അതുപോലെ തന്നെ 1 AWGB ഈക്വൽ ടു എത്ര USD ആണെന്നും തരാം. ശരിയല്ലേ? രണ്ട് രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് എഴുതി തരത്തില്ലേ? സോ നമ്മൾ ഉപയോഗിക്കുന്ന തേർഡ് കറൻസിനെ ബേസ് കറൻസി ആക്കി തന്നു എന്ന് വിചാരിക്കുക. ബേസ് കറൻസി എന്ന് പറഞ്ഞാൽ 1, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന ഡോളർ ആണ്. സോ ഡോളറിന്റെ വാല്യൂ 1 ആക്കിയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ $1 ഈക്വൽ ടു എത്ര AWG അല്ലെങ്കിൽ എത്ര BZD എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മള് ഇപ്പോ ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അതായത് AWG BZD ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഇപ്പം AWG BSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AWG അല്ലേ ബേസ് കറൻസി ഇതിൽ വരുന്ന ഈ ഫോർമുല വരുന്നത്, ഫോർമുല അല്ല ഈ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ആദ്യം തരുന്നതല്ലേ നമ്മുടെ ബേസ് കറൻസി. സോ തേർഡ് കറൻസിനെ നിങ്ങൾ ബേസ് കറൻസി ആക്കിയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രോസ് റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഏത് കറൻസിനെയാണോ വാല്യൂ 1 ആക്കി കാണേണ്ടത്, അതായത് ഏത് കറൻസിനെയാണോ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ആ കറൻസിനെ മറ്റേ കറൻസിയുടെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി BZD AWG എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 1.7898നെ 1.99 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് AWG BZD തന്നതുകൊണ്ട് നിങ്ങൾ ഏതാണോ ആദ്യം എഴുതിയിരിക്കുന്നത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇനി അതായത് അതിന്റെ വാല്യൂ 1.7898 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഇൻ കേസ് BZD AWG എന്നായിരുന്നു തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 1.99നെ ഡിവൈഡ് ചെയ്യണമായിരുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കേസ് പറയുന്നത് നമ്മൾ തേർഡ് കറൻസിനെ ബേസ് കറൻസി ആക്കി അല്ല തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. അതായത് 1 AWG ഈക്വൽ ടു 0.5587 USD അല്ലെങ്കിൽ 1 BZD ഈക്വൽ ടു 0.5025 ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് തേർഡ് കറൻസി അല്ല ബേസ് കറൻസി എങ്കിൽ ഓക്കെ AWG BSD കാണുമ്പോ ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് 0.5587 ഡിവൈഡഡ് ബൈ 0.5025 കണ്ട് ചെയ്താൽ മതി. ഇനി BZD AWG എന്നാണ് കാണേണ്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? 0.5025 ഡിവൈഡഡ് ബൈ 0.5587 ചെയ്യണമായിരുന്നു. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി പറയണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് ഇതാണ് ക്രോസ് റേറ്റ് ടേബിള്. ഓക്കെ, ഇതാണ് ക്രോസ് റേറ്റ് ടേബിള്. ക്രോസ് റേറ്റ് ടേബിളില് ഇതിന്റെ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത് ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് മുകളിൽ തരുന്നുണ്ടല്ലോ, ഇവിടെയും ഇപ്പം ബെല്ലിസ് ഡോളർ തന്നിട്ടുണ്ട്, US ഡോളർ തന്നിട്ടുണ്ട്, ഏർബൺ ഫ്ലോറിൻ തന്നിട്ടുണ്ട്, ഇവിടെയും അത് തന്നിട്ടുണ്ട്. ശരിയല്ലേ? രണ്ടിടത്തും തന്നിട്ടുണ്ട്. സോ ഈ മുകളിൽ തന്നിരിക്കുന്നതിന്റെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് ഇതാണ് ബേസ് കറൻസീസ്. ക്ലിയർ ആയോ? ഇത് മുകളിൽ തന്നിരിക്കുന്നത് ബേസ് കറൻസിയാണ്, അതിന്റെ വാല്യൂ 1 ആണ്. സോ എങ്ങനെ ഇത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് വെച്ചാല് 1 US ഡോളർ ഈക്വൽ ടു 1.7898 AWG. 1 US ഡോളർ ഈക്വൽ ടു 1.99 BZD. അതായത് മുകളിൽ തന്നിരിക്കുന്നതാണ് ബേസ് കറൻസി, ഇവിടെ തന്നിരിക്കുന്നതാണ് കോഡ് കറൻസി. സോ 1 US ഡോളർ ഈക്വൽ ടു US ഡോളറിന്റെ താഴെ AWGP എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക. കണ്ടോ 1.7898. ഓക്കെ. ഇനി 1 US ഡോളർ ഈക്വൽ ടു BSD എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക. BSD തന്നിരിക്കുന്നത് 1.99. ഇനി അതുപോലെ തന്നെ 1 ബെല്ലിസ് ഡോളർ ഈക്വൽ ടു
0.8994 AWG. അതുപോലെ തന്നെ $1 ഈക്വൽ ടു 0.5025 USD. ഇനി ഇതിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ AWG യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1 AWG ഈക്വൽ ടു 1.1119 BZD. 1 AWG ഈക്വൽ ടു 0.5587 USD. ക്ലിയർ ആയോ? ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ആവും. നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ചെയ്തേ, അപ്പൊ ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാൻ പറ്റും. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്യും. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണേ. കറൻസി ഹെഡ്സ് ഉണ്ട്, കുറച്ച് അധികം തീർക്കണം. കുറച്ച് സ്പീഡ് പോയാലേ തീരുള്ളൂ പെട്ടെന്ന്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടിയോ ആൻസർ? കിട്ടണില്ല. ഓക്കെ. സോ ഞാൻ പറയാം. ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കും കിട്ടിയില്ല. സോ ഇവിടെ യെസ്, ഇവിടുത്തെ ഓപ്ഷൻ പറഞ്ഞാൽ മതി. ഏത് ഓപ്ഷൻ ആണ്? ആർക്കും കിട്ടിയില്ല. സോ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഡ്യൂറിംഗ് ദ ക്വാർട്ടർ ദ യൂറോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ വായിക്കേണ്ട ആദ്യത്തെ 1 ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ബിഗിനിങ് ക്വാർട്ടറിലെ റേറ്റ് തന്നിട്ടുണ്ട്, എൻഡ് ക്വാർട്ടറിലെ റേറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ബേസ്ഡ് ഓൺ ദി എബോവ് ഇൻഫർമേഷൻ ഡ്യൂറിംഗ് ദ ക്വാർട്ടർ ഓഫ് യൂറോയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അപ്രീഷിയേറ്റ് ചെയ്യുവാണോ ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ USDയും പറയുന്നുണ്ട്, GBPയും പറയുന്നുണ്ട്. സോ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും കണ്ടുപിടിക്കണം. അപ്പോ 1 യൂറോ ഈക്വൽ ടു, നമുക്ക് ആദ്യം US-ന്റെ കണ്ടുപിടിക്കാം. 1 യൂറോ ഈക്വൽ ടു എത്ര US ആണെന്ന് നോക്കിയേ. ഓക്കെ, ഇതാണ് 1 യൂറോ ഈക്വൽ ടു 1.202 USD. ബിഗിനിങ്ങില്, എൻഡില് 1 യൂറോ ഈക്വൽ ടു 1.307. ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ എങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ പെർസെന്റേജോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ ചെയ്തോന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അതായത് നേരത്തെ 1 യൂറോ എന്ന് പറഞ്ഞാല് 1.202 ആയിരുന്നു. ഇപ്പൊ അത് 1.307 ആയി. ദാറ്റ് മീൻസ്
യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെ, യുഎസിന്റെ വാല്യൂ കൂടി. ദാറ്റ് മീൻസ് യുഎസ് ഡിപ്രീഷിയേറ്റ് ചെയ്തു. നേരത്തെ ഒരു യൂറോ കൊടുത്താൽ 1.202 കിട്ടുള്ളായിരുന്നു, ഇപ്പൊ 1.307 കിട്ടി. ദാറ്റ് മീൻസ് യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു. ശരിയല്ലേ? ഇനി യു കെയുടെ കാര്യം എടുത്ത് നോക്കിയേ. യു കെ നോക്കുമ്പോ നേരത്തെ 0.665 ആയിരുന്നു, ഇപ്പൊ 0.681 ആയി. ദാറ്റ് മീൻസ് 1 യൂറോ കൊടുത്ത നേരത്തെ 665 കിട്ടുമായിരുന്നു, ഇപ്പൊ 0.681 കിട്ടി. ദാറ്റ് മീൻസ് യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു. ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്രോസ് റേറ്റ് എന്നാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്രോസ് റേറ്റ് ഞാൻ ഇത് എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല, അതുകൊണ്ടാണോ കിട്ടാത്ത ആൻസർ? നേരത്തെ ക്രോസ് റേറ്റ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾ എന്തിനാ മനസ്സിലായി എന്ന് പറഞ്ഞത്? ഞാൻ ക്രോസ് റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തിനാ മനസ്സിലായി എന്ന് പറഞ്ഞേ? അതായത് മുകളിൽ തരുന്നതാണ് ബേസ് കറൻസി. അത് അതായത് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂറോയ്ക്ക് എന്താണ് സംഭവിച്ചത്, അതായത് യൂറോ അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് മറ്റേ ഓപ്ഷൻസ് നോക്കുമ്പോ അറിയാം. അപ്രീഷിയേറ്റഡ് വാല്യൂ റിലേറ്റഡ് ടു റിലേറ്റഡ് ടു ദ USD അല്ലെ ഡിപ്രീഷിയേറ്റഡ്. അതായത് നമ്മള് യൂറോ USD-നെയും GBP-നെയും നോക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുവാണോ ഡിപ്രീഷിയേറ്റ് ചെയ്യുവാണോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ തരുന്നതാണ് ബേസ് കറൻസി. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബേസ് കറൻസി. അതായത് 1 യൂറോ ഈക്വൽ ടു എത്ര US ഡോളർ ആണെന്ന് അറിയണമെങ്കിൽ US. ഇതാണ് US യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നതാണ് കോഡ് കറൻസി. ഓക്കെ, സോ ഇതാണ് ബേസ് കറൻസി, ഇതിന്റെ വാല്യൂ 1 ആയിരിക്കും. സോ 1 യൂറോ ഈക്വൽ ടു എത്ര USD? 1.202 USD ബിഗിനിങ് ക്വാർട്ടറിൽ. ഇനി എൻഡ് ക്വാർട്ടറിൽ നോക്കുവാണെങ്കിൽ 1 യൂറോ ഈക്വൽ ടു 1.307 USD ആയി. ദാറ്റ് മീൻസ് യുഎസിന്റെ എമൗണ്ട് കൂടി, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടി. അതായത് ഒരു യൂറോ കൊടുത്ത ഫസ്റ്റ് ബിഗിനിങ് ക്വാർട്ടറിൽ 1.202 കിട്ടുള്ളായിരുന്നു, എൻഡ് ആയപ്പോഴത്തേക്കും 1.307 കിട്ടി. ദാറ്റ് മീൻസ് യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു. ശരിയല്ലേ? ഇനി GBP-യുടെ കേസ് എടുത്ത് നോക്കിയേ. 1 യൂറോ എന്ന് പറയുമ്പോൾ GBP 0.665 ആയിരുന്നു ബിഗിനിങ് ക്വാർട്ടറിൽ, എൻഡിങ് ക്വാർട്ടർ ആയപ്പോഴത്തേക്കും 0.681 ആയി. 0.681 ആയി. ദാറ്റ് മീൻസ് GBP ഡിപ്രീഷിയേറ്റ് ചെയ്തു, യൂറോ അപ്രീഷിയേറ്റ് ചെയ്തു. ശരിയല്ലേ? ക്ലിയർ ആയോ? GBP-യുടെ ക്ലിയർ ആയില്ല. 1 യൂറോ കൊടുത്ത നേരത്തെ 0.665 യൂറോ GBP മേടിക്കായിരുന്നു, ഇപ്പൊ അത് 1 യൂറോ കൊടുത്ത 0.681 മേടിക്കാം. 1 യൂറോ കൊടുത്ത നേരത്തെ 0.665 ബിഗിനിങ് മേടിക്കാൻ പറ്റുള്ളായിരുന്നു, എൻഡിങ് ക്വാർട്ടർ ആയപ്പോഴത്തേക്കും 1 യൂറോ കൊടുത്ത 0.681, അതായത് കൂടുതൽ നമ്പർ ഓഫ് GBP വാങ്ങാം. ഇപ്പൊ ക്ലിയർ ആയോ? കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പൊ ക്ലിയർ ആയോ? GBP-യുടെ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്ക്. GBP UK പൗണ്ടും സെയിം ആണ്. യെസ്, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്. ഓക്കെ, സോ ഇനി എക്സ്ചേഞ്ച് റേറ്റ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരു 3-4 വേസ് ആണ്. ഒന്ന് നാച്ചുറൽ ഹെഡ്സ്. നാച്ചുറൽ ഹെഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അതായത് ഇപ്പം ഒരു ഒരു സബ്സിഡറി, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സബ്സിഡറി, ഓക്കെ, ആ സബ്സിഡറിയുടെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് അത് ലൊക്കേറ്റ്, അതായത് ആ കമ്പനിക്ക് വേണ്ട, ആ സബ്സിഡറി കമ്പനിക്ക് വേണ്ട ലേബർ, അങ്ങനത്തെ മെറ്റീരിയൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കൺട്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അതായത് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അതിന്റെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതും സെയിം കൺട്രിയിലാണ്. സോ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് അവിടെ വരുന്നുണ്ടോ? എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഒരു സബ്സിഡറിയുടെ കോസ്റ്റ്, അതായത് ഒരു കമ്പനിയുടെ സബ്സിഡറി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൺട്രി, പക്ഷേ ഇവര് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന് വേണ്ട സാധനങ്ങളൊക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നാണ് അക്വയർ ചെയ്യുന്നത്. അതായത് വേൾഡ് വൈഡ് എല്ലായിടത്തുനിന്നും വാങ്ങുന്നുണ്ട്. ലേബർ ഒരു കൺട്രിയിൽ നിന്നായിരിക്കും, മെറ്റീരിയൽസ് ഒരു കൺട്രിയിൽ നിന്നായിരിക്കും, അങ്ങനെ പല പല കൺട്രിയിൽ നിന്നായിരിക്കും. അവർ സെയിൽ ചെയ്യുന്നതും ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഒരുപാട് അവരെ അഫക്ട് ചെയ്യുമോ? അഫക്ട് ചെയ്യില്ല. എങ്ങനെയുള്ളവരെയാണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ലോക്കൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങും, ലോക്കൽ മാർക്കറ്റിൽ കോസ്റ്റുകൾ അക്വയർ ചെയ്യും, എന്നിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ സാധനം വിൽക്കുവാണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരും. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കോസ്റ്റും റവന്യൂവും ഗ്ലോബലിൽ തന്നെ ആകുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇനി കോസ്റ്റ് ലോക്കൽ മാർക്കറ്റിലും സെയില് ഗ്ലോബൽ മാർക്കറ്റിലും ആകുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ കോസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റും സെയില് ലോക്കൽ മാർക്കറ്റിലും ആകുമ്പോഴും അവിടെയും എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് വരും. ഓക്കെ, സോ നാച്ചുറൽ ഹെഡ്ജസ് അല്ലെങ്കിൽ നാച്ചുറൽ ഹെഡ്ജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് കറൻസി റേറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് നോർമൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എപ്പോഴൊക്കെയാ നോർമൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ? അതായത് കോസ്റ്റും സെയിലും ഒരേ കൺട്രിയിലാകുമ്പോൾ, അല്ലെങ്കിൽ കോസ്റ്റും സെയിലും ഗ്ലോബൽ ആകുമ്പോൾ, ഈ രണ്ട് കേസിൽ അത് നാച്ചുറൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇനി നാച്ചുറൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാത്ത സാഹചര്യങ്ങളിൽ അത് നമ്മുടെ പ്രൈസിങ് ഡിസിഷനെയും നമ്മുടെ കമ്പനിയുടെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിനെയും അഫക്ട് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ കോസ്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ കോസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിജയിക്കണം എന്നുണ്ടോ ഹൈ പ്രൈസ് വരുമ്പോ? ഇല്ല. സോ ഇങ്ങനത്തെ അതായത് നാച്ചുറൽ ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോകാത്ത കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്ട് ചെയ്യും. ഇതാണ് നാച്ചുറൽ ഹെഡ്ജസിൽ വരുന്നത്. ഇനി ഓപ്പറേഷണൽ ഹെഡ്ജസിൽ വരുന്നത്, പറയുന്നത് അതായത് കമ്പനികൾ എപ്പോഴും ഇപ്പൊ പുറത്തുനിന്ന് കിട്ടാനുള്ള ഫോറിൻ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള പേയബിളും റിസീവബിളും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസീവബിൾസിലോ ഗെയിൻ ഉണ്ടായാൽ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് വന്നു എന്ന് വിചാരിക്കുക. എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് വന്നാൽ തന്നെ നമുക്ക് റിസീവബിളി ഗെയിൻ ഉണ്ടാവും, പേയബിൾ ലോസ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഓഫ്സെറ്റ് ചെയ്ത് പോകും. ക്ലിയർ ആയോ? ഓപ്പറേഷണൽ ഹെഡ്ജസിൽ പറയുന്നത് കമ്പനി എപ്പോഴും ഓപ്പറേഷണൽ ഹെഡ്ജസ് എന്ന് പറയുമ്പോൾ ആ ഹെഡ്ജിങ് എങ്ങനെയാ ചെയ്യുന്നത്? ഹെഡ്ജിങ് എന്ന് വെച്ചാൽ എന്താ?
റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള വേസ് ആണ് ഹെഡ്ജസ്, അല്ലേ? സോ ഓപ്പറേഷണൽ ഹെഡ്ജസ് എന്ന് പറയുന്നത് ഒരു കമ്പനി എപ്പോഴും അതിന്റെ ഫോറിൻ കറൻസി ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്ന റിസീവബിളും പേയബിൾസും തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യും. അതിന്റെ കാരണം റിസീവബിൾസ് ലോസ് വന്നാൽ അത് പേയബിൾസ് ഗെയിൻ ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ പേയബിൾസിൽ ലോസ് വന്നാൽ അത് റിസീവബിൾസ് ഗെയിൻ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ അത് തമ്മിൽ ഓഫ്സെറ്റ് ചെയ്ത് പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇത് തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷണൽ ഹെഡ്ജസിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ ഇത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു വേ ആണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്നറിയാലോ? അതായത് പല കൺട്രിയില് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഒരു കൺട്രി ആയിട്ടുള്ള ഇതില് ലോസ് വന്നാലും മറ്റേ കൺട്രിയിലെ ഗെയിൻ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു പോകും. മനസ്സിലാവുന്നില്ല? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസ് ആണ്. ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസിൽ പറയുന്നത് ഇപ്പോ ഓക്കെ, അതായത് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസിൽ പറയുന്നത് നമ്മൾക്ക് എന്താ പറയാ, മറ്റ് കറൻസികളിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫോറിൻ കറൻസിയിൽ അല്ലെങ്കിൽ വേറെ കറൻസിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബോറോ ചെയ്യും. അതിനെയാണ് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഇപ്പൊ ഇൻ കേസ് അതായത് പറയാം, അതായത് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു MNC കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു സബ്സിഡറി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളെപ്പോഴും US ആണേ, അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയെ പറയുന്നത്. ഇന്ത്യ ഫോറിൻ കൺട്രിയാണ്. ഓക്കെ, നമ്മൾ US ആണ്, നമ്മുടെ ഹോം കൺട്രി US ആണ്. സോ നമുക്ക് ഇന്ത്യയിൽ ഒരു സബ്സിഡറി ഉണ്ട്. ഇന്ത്യയിൽ ഒരു സബ്സിഡറി കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മള് ഇന്ത്യയിലുള്ള മറ്റേതെങ്കിലും കമ്പനിന്ന് നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസ് മേടിച്ചു എന്ന് വിചാരിക്കാം. അപ്പം അത് പേ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അത് പേ ചെയ്യാൻ നമുക്ക് പറ്റാത്തപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ സബ്സിഡറി കമ്പനിയുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിച്ച് ഈ പേയ്മെന്റ് നടത്താം. മനസ്സിലായോ? അതിനെയാണ് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പേ ചെയ്യാനുള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സബ്സിഡറീസ് ഒക്കെ അവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അത് ഓഫ്സെറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതിനെയാണ് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി കറൻസി ഹെഡ്ജസ് യൂസിങ് ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ്. അതായത് ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താന്ന് നിനക്കറിയോ? ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ് അതായത് ഇപ്പോ ഫ്യൂച്ചറിൽ എക്സ്ചേഞ്ച് റേറ്റ് കൂടും എന്നൊരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഉള്ളതിനേക്കാൾ ഫ്യൂച്ചറിൽ കൂടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പാർട്ടി ആയിട്ട് എഗ്രി ചെയ്ത് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാം. ഇത്ര റേറ്റിന് നമ്മൾ ആ ടൈമിൽ ആ പീരിയഡിൽ ഇത്ര റേറ്റിന് കറൻസി വാങ്ങിക്കോളാം അല്ലെങ്കിൽ കറൻസി വിറ്റോളാം. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് കൂടിയാലും നമ്മൾ ഏതിലാണോ എഗ്രി ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി. ക്ലിയർ ആയോ? എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഇപ്പം നടത്താനുണ്ടെന്ന് വിചാരിക്കാം. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് കൂടിക്കൂടി വരുക. സോ നമ്മൾ കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും.
ചിലപ്പം ഇന്നല്ല, ഒരു 6 മാസം കഴിഞ്ഞാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. സോ അന്നേരത്തേക്കും എക്സ്ചേഞ്ച് റേറ്റ് കൂടുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് ഒരു കോൺട്രാക്ട്, ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഞാൻ പറയാം, ഒരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യും. ആ ഫ്യൂച്ചർ ഡേറ്റിൽ ഈ എക്സ്ചേഞ്ച്, ഒരു നിശ്ചിത എക്സ്ചേഞ്ച് റേറ്റ്, ഇപ്പോൾ ഉള്ള എക്സ്ചേഞ്ച് റേറ്റും മറ്റേ എക്സ്ചേഞ്ച് റേറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു നടുക്കൊരു മിഡിൽ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഈ എക്സ്ചേഞ്ച് റേറ്റിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താന്ന് പറയാം. സോ 6 മാസം കഴിഞ്ഞ് എക്സ്ചേഞ്ച് റേറ്റ് കൂടിയാലും നമ്മൾ ഏതിലാണോ എഗ്രി ചെയ്തിരിക്കുന്നത് അതിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി. ക്ലിയർ ആയോ? അതിനെയാണ് ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഈ ഫോറിൻ കറൻസി ഡെറിവേറ്റീവ്സ് അല്ലെ കറൻസി ഹെഡ്ജസ് ഏതൊക്കെയാന്ന് നോക്കാം. അതിന്റെ ഒന്നാമത്തതാണ് കറൻസി ഫോർവേഡ് കോൺട്രാക്ട്. കറൻസി ഫോർവേഡ് കോൺട്രാക്ട്. ഓക്കെ, സോ കറൻസി ഫോർവേഡ് കോൺട്രാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പാർട്ടി, രണ്ട് പാർട്ടി ഉണ്ടാവും. ഓക്കെ, ഈ കോൺട്രാക്ട്, ഫോർവേഡ് കോൺട്രാക്ട് രണ്ടാൾക്കാരാണ് നടത്തുന്നത്. രണ്ടാൾക്കാര്, ഒരാള് കറൻസി വാങ്ങാമെന്നും ഒരാള് വിൽക്കാമെന്നും എഗ്രി ചെയ്യും. ഓക്കെ, ഫ്യൂച്ചർ ഡേറ്റില് ഒരു സ്പെസിഫൈഡ് ഫോർവേഡ് റേറ്റ്, അതെന്നാ ഞാൻ പറഞ്ഞുതരാം. ആ റേറ്റില് കറൻസി വാങ്ങാൻ ഒരാള് എഗ്രി ചെയ്യും, ഒരാള് വിൽക്കാൻ എഗ്രി ചെയ്യും. ഇതിനെയാണ് കറൻസി ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്പോട്ട് റേറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഏതാണോ ഉള്ളത് അത്. സോ സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഫോർവേഡ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് റേറ്റിലാണോ നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്ട് യൂസ് ചെയ്യുന്ന റേറ്റിനെയാണ് നമ്മൾ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് പാർട്ടി അവരെ, ഒരാൾ വാങ്ങാനും ഒരാൾ വിൽക്കാനും എഗ്രി ചെയ്യാണ് ഒരു ഫ്യൂച്ചർ ഡേറ്റില് ഒരു ഫോർവേഡ് റേറ്റില്, അതായത് സ്പോട്ട് റേറ്റിനെക്കാളും കൂടുതലോ കുറവോ ആയിരിക്കാം, അത് ഞാൻ പറയാം. ഒരു റേറ്റില്, ഒരു ഏതെങ്കിലും ഒരു റേറ്റില് ഒരു ഫിക്സഡ് റേറ്റില് ഒരു ഫ്യൂച്ചർ ഡേറ്റില് ട്രാൻസാക്ഷൻ നടത്താന്ന് പറയുന്നതാണ് കറൻസി ഫോർവേഡ് കോൺട്രാക്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറം ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടല്ല, എന്നാൽ ഇവിടെ പറയുന്നത് എന്താ, ഈ തിയറി പ്രകാരം നമ്മൾ എന്താ പറയാ, ഫോർവേഡ് റേറ്റ് ഫിക്സ് ചെയ്യൂലോ. ഫോർവേഡ് റേറ്റ്, അതായത് സ്പോട്ട് റേറ്റിൽ നിന്നും ഫോർവേഡ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യൂലോ. അത് ഈ എന്താ പറയാ, അതായത് നമ്മള് ഫോറിൻ ട്രാൻസാക്ഷൻ, കറൻസി ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ രണ്ട് കറൻസി ഉണ്ടാവൂലോ അല്ലെ? നമ്മള് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കറൻസി ഉണ്ടാവൂലോ. സോ ഒരാള് വാങ്ങാൻ നിൽക്കുന്ന ഒരു കറൻസി ആയിരിക്കും, ഒരാൾ വിൽക്കാൻ നിൽക്കുന്നത് ഓപ്പോസിറ്റ് കറൻസി. ഇപ്പൊ ഇന്ത്യയും യു എസും ആണെങ്കിൽ ഒരാൾ ഇന്ത്യൻ കറൻസി വാങ്ങാന്നായിരിക്കും പറയുന്നത്. അതിന് ഇന്ത്യൻ കറൻസി വാങ്ങാന്ന് പറയും. ചിലപ്പം പൈസ പേ ചെയ്യുന്നത് യു എസിലായിരിക്കും. അതായത് രണ്ട് കറൻസി ഉണ്ടാവുമല്ലോ. സ്പോട്ട് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞെങ്കിൽ രണ്ട് കറൻസി എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. മനസ്സിലായില്ല? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് രണ്ട് കറൻസി ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും. ഹലോ കേൾക്കുന്നില്ലേ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഓർക്കണ്ട, നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 1 USD ഈക്വൽ ടു ഇത്ര ഇന്ത്യൻ റുപ്പി, ഇതായിരിക്കുമല്ലോ സ്പോട്ട് റേറ്റ് വരുന്നത് അല്ലെ? സോ രണ്ട് കറൻസി അവിടെ ഉണ്ടായിരിക്കും. ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, എക്സ്ചേഞ്ച് റേറ്റിനെ തന്നെയാണ് പറയുന്നത്. സോ ഈ സ്പോട്ട് റേറ്റിൽ നിന്ന് നമ്മൾ ഫോർവേഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് കറൻസിയുടെ
അപ്പം ഇന്ത്യ എന്ന് പറയുന്ന കറൻസി ഉണ്ടാവും, US എന്ന് പറയുന്ന കറൻസി ഉണ്ടാവും. അപ്പം ഇന്ത്യയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെയും പിന്നെ US-ലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഞാൻ ഇവിടെ ഇനി സ്കിപ്പ് ചെയ്ത് പോകണ്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ. പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് ഇപ്പൊ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് $1 ഈക്വൽ ടു $1 ഈക്വൽ ടു $78 ആണെന്ന് വിചാരിക്കാം. ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് $1 ഈക്വൽ ടു $80 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, $1 ഈക്വൽ ടു $80 ആണെന്ന് വിചാരിക്കാം. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഫോർവേഡ് റേറ്റ്, സ്പോട്ട് റേറ്റിൽ നിന്ന് നമ്മൾ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ഫോർവേഡ് റേറ്റ്. നമുക്ക് ഫ്യൂച്ചറിലെ എക്സാക്ട് റേറ്റ് പറയാൻ പറ്റില്ല. സോ നമ്മൾ ഒരു ആന്റിസിപ്പേറ്റ് ചെയ്താണ് ഫോർവേഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോർവേഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് കൺട്രിയിലെയും ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇപ്പം ഇന്ത്യയും US ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യയും US വേണ്ട, US-ഉം ജർമ്മനിയും എടുക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. US-ഉം ജർമ്മനിയും, ഓക്കെ, US-ഉം ജർമ്മനിയും, അതില് US-ന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അതായത് ജർമ്മനി കൊടുക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് US-ല്. സോ നമ്മള് ഫോർവേഡ് കോൺട്രാക്ടിന്റെ ഫോർവേഡ് റേറ്റ് ഫിക്സ് ചെയ്യൂലോ, അത് ഡിസ്കൗണ്ടിലായിരിക്കും, അതായത് സ്പോട്ട് റേറ്റിനേക്കാളും കുറവായിരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മള് സ്പോട്ട് റേറ്റിനേക്കാളും കുറവ് വരുത്തുമ്പോ ഫോർവേഡ് കോൺട്രാക്ട് നമ്മൾ ഫോറിൻ കറൻസിയുടെ കാര്യമാണല്ലോ നോക്കുന്നത്. സോ അത് കുറച്ചു കൊടുക്കുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൂടുതലാണ്, സ്പോട്ട് റേറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് റേറ്റ് ഇവിടെ കുറവാണ്. സോ അത് ബാലൻസ് ചെയ്ത് പോകും. ഒരു പ്രോഫിറ്റും വരും, ഒരു ലോസും വരും. ക്ലിയർ ആയോ? ഒരെണ്ണം ഹൈ ആയിരിക്കും, ഒരെണ്ണം ലോ ആയിരിക്കും. സോ അത് ഓഫ്സെറ്റ് ചെയ്ത് പോകും. ക്ലിയർ ആയില്ല? അതായത് ഇപ്പോ രണ്ട് കൺട്രി, ഡൊമസ്റ്റിക്കും ഫോറിൻ കൺട്രി, ഈ ഡൊമസ്റ്റിക് കൺട്രിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്ന് വിചാരിക്കാം, ഫോറിനിലേത് കൂടുതലാണ്. ഫോറിനിലേത് കൂടുതലാകുമ്പോൾ ഈ നമ്മുടെ ഫോർവേഡ് റേറ്റ് അതായത് ഡിസ്കൗണ്ടിലായിരിക്കും, സ്പോട്ട് റേറ്റിനേക്കാളും കുറവായിരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഫോറിനിൽ ഇൻട്രസ്റ്റ് ഹൈ ആണ്. സോ ഇത് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ ലോസ് വരും, ഒരു ലോസും ഒരു പ്രോഫിറ്റും വരും. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. മനസ്സിലായോ? ഫോറിൻ കറൻസി നമ്മൾ ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യും, ഫോറിനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സോ ഫോറിനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് അവിടെ ഒരു പോസിറ്റീവ് ഫിഗർ വന്നു. ഫോറിൻ കറൻസി ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫിഗർ വന്നു. സോ പോസിറ്റീവും നെഗറ്റീവും ബാലൻസ് ആയി പോയി. അതുപോലെ തന്നെ ഫോറിനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, അവിടെ ഒരു ലോ ആണെങ്കിൽ നമ്മൾ ഫോറിൻ കറൻസി പ്രീമിയത്തിൽ വിൽക്കും, അതായത് സ്പോട്ട് റേറ്റിനേക്കാളും കൂടുതലായിട്ട് വിൽക്കും. അപ്പോ ഒരു പ്രോഫിറ്റും ഒരു ലോസും വരും. ഇത് ഓഫ്സെറ്റ് ചെയ്തു പോകും. ക്ലിയർ ആയോ?
ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? കൺസെപ്റ്റ് രണ്ടും ഒരേപോലെയാണ്. ആദ്യം ഇൻട്രസ്റ്റ് റേറ്റ്, ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ കൊടുക്കും, ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ പറയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിനേക്കാളും കുറവാണ്. പ്രീമിയത്തിലാണെങ്കിൽ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിനേക്കാളും കൂടുതലാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ ഒരു സ്പെസിഫിക് റേറ്റിൽ നിന്നും കുറവാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നതെന്ന് പറയും. ഒരു സ്പെസിഫിക് റേറ്റിൽ നിന്ന് കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ നിന്ന് കൊടുക്കുന്ന പറയും. അങ്ങനെയല്ലേ പറയാറ്? അത് തന്നെയാണ് പറയുന്നത്. ഇനി നമ്മളോട് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട് അല്ലെ പ്രീമിയത്തിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അതിന്റെ ഇക്വേഷൻ ഫോർവേഡ് റേറ്റ് മൈനസ് സ്പോട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഫോർവേഡ് പീരിയഡ്സ് ഇൻ എ ഇയർ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഫോർവേഡ് റേറ്റ് മൈനസ് സ്പോട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഫോർവേഡ് പീരിയഡ്സ് ഇൻ എ ഇയർ. ഇതില് ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്പർ ഓഫ് ഫോർവേഡ് പീരിയഡ്സിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം ഫോർവേഡ് പീരീഡ് നമുക്ക് 60 എന്നാ തന്നേന്ന് വിചാരിക്കുക. താഴത്തെ ക്വസ്റ്റിന് 60 തന്നിട്ടുണ്ട്. 60 എന്നാ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. 60 എന്ന് പറഞ്ഞാൽ 2 months. 2 months ആണ് ഫോർവേഡ് പീരീഡ് തന്നിരിക്കുന്നത്. സോ ഈ 2 months ഒരു ഇയറിൽ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യും, എത്ര പ്രാവശ്യം അത് വരും? 6 പ്രാവശ്യം വരും. സോ നമ്പർ ഓഫ് ഫോർവേഡ് പീരിയഡ്സ് ഇൻ ഇയർ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും വരുന്നത്. ഇനി 90 days ആണ് തന്നിരിക്കുന്നത്. 90 days ആണ് തന്നിരിക്കുന്നെങ്കിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 4 പ്രാവശ്യം. അപ്പൊ നമ്പർ ഓഫ് ഫോർവേഡ് പീരിയഡ്സ് ഇൻ ഇയർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഈ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കി. കിട്ടുന്നുണ്ടല്ലേ? ക്ലിയർ ആണോ? സിക്സ് കിട്ടിയത് ഇവിടെ പറയുന്നത് കണ്ടോ? ഫോർവേഡ് റേറ്റ് ഫോർ 60 days എന്നാണ് പറയുന്നത്. അതായത് ഫോർവേഡ് റേറ്റ് 60 days ആണ് ഫോർവേഡ് പീരിയഡ്. 60 days എന്ന് പറഞ്ഞാൽ 2 months. 2 months ഒരു ഇയറിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്?
6 പ്രാവശ്യം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻറ്റു നമ്പർ ഓഫ് ഫോർവേഡ് പീരിയഡ്സ് ഇൻ എ ഇയർ. ഈ ഫോർവേഡ് പീരീഡ് ഒരു ഇയറിൽ എത്ര വട്ടം വരുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ 60 അല്ല എടുക്കേണ്ടത്, അല്ലെ 2 അല്ല എടുക്കേണ്ടത്. ഇവിടെ ഫോർവേഡ് പീരീഡ് എന്ന് പറയുന്നത് 2 months ആണെന്നാണ്, അല്ലെ 60 days ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ നമ്മള് ആ 60 days അല്ലെങ്കിൽ 2 months ഒരു ഇയറിൽ എത്ര വട്ടം വരുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ചാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇപ്പൊ കിട്ടിയോ? ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? സോ ഇനി പറയുന്ന ഒരു കാര്യം, ഇമ്പോർട്ടന്റ് കാര്യമാണ്, ശ്രദ്ധിക്കുക. അതായത് ഒരു ഫേം എപ്പോഴായിരിക്കും ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത്? ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി വാങ്ങാം എന്ന് പറയുന്നതാണ് ഫോർവേഡ് കോൺട്രാക്ട്. ബൈ ചെയ്യുന്നത് വഴി നമ്മൾ ആ ഫോറിൻ കറൻസി വാങ്ങുവാണ് ചെയ്യുന്നത്. സോ എപ്പോഴായിരിക്കും ഒരു ഫേം ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത്? എപ്പോഴായിരിക്കും വാങ്ങുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മള് ഫോർവേഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത്, ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങാനുള്ള കാരണം നമുക്ക് ഫോറിൻ കറൻസിയിൽ പേയ്മെന്റ് ചെയ്യാനുള്ളപ്പോഴാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് മേടിക്കുന്നത്. ഫോറിൻ കറൻസി പേ ചെയ്യാനില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാനില്ല എങ്കിൽ നമുക്ക് ഫോറിൻ കറൻസിയും കൊണ്ട് എന്താ ആവശ്യം? ആവശ്യമില്ല അല്ലേ? മനസ്സിലായില്ല എങ്ങനെയാന്ന്? അതായത് എനിക്ക് പുറത്ത് ഇപ്പൊ എനിക്ക് US പൈസ അടയ്ക്കാനുണ്ട്, US ഡോളേഴ്സ് അടയ്ക്കാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഈ ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങിയാൽ പോരെ? ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ചെയ്യാന്ന് പറഞ്ഞാല് ഫോറിൻ കറൻസി വാങ്ങാം എന്ന എഗ്രിമെന്റ് ആണ്. ഫോർവേഡ് കോൺട്രാക്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാര് ഫോറിൻ കറൻസി സെയിൽ ചെയ്യുന്ന ആളാണ്. സോ ഫോറിൻ കറൻസി വാങ്ങുന്നത്, നമ്മൾ എപ്പോഴാണ് ഫോറിൻ കറൻസി വാങ്ങുന്നത്? എനിക്കിപ്പോ US പേ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ US ഡോളേഴ്സ് വാങ്ങും. സോ നമ്മുടെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങുന്നത്. സോ ഈ ഫോർവേഡ് കോൺട്രാക്ടിന് ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എത്ര യൂണിറ്റ്സ് ഓഫ് നമ്മുടെ കറൻസി വേണം അത് സെറ്റിൽ ചെയ്യാന്ന്. കാരണം ഫോർവേഡ് കോൺട്രാക്റ്റിലെ ഫോർവേഡ് റേറ്റ് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ആണ്. ശരിയല്ലേ? ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മളൊരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിൽ ഫ്യൂച്ചർ ഡേറ്റിൽ വിൽക്കാന്ന് പറഞ്ഞാണ്. സോ ഇത് ഫ്യൂച്ചർ ഡേറ്റ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് അതിലും കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. പക്ഷെ നമ്മൾ ഈ എഗ്രിമെന്റ് നടത്തിയത് കൊണ്ട് നമുക്കറിയാം എത്ര എമൗണ്ട് ഓഫ് കറൻസി പേ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും ഫോറിൻ കറൻസി കിട്ടുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതാണ് ഒന്ന്. ഇനി എപ്പോഴാ ഫോർവേഡ് കോൺട്രാക്ട് സെല്ല് ചെയ്യുന്നത്? നമുക്ക് എവിടുന്നെങ്കിലും ഫോറിൻ കറൻസി കിട്ടുമ്പോൾ, നമുക്ക് റിസീവബിൾസ് ഉള്ളപ്പോഴാണ് നമ്മൾ ഫോറിൻ കറൻസി സെല്ല് ചെയ്യുന്നത്.
അതായത് നമുക്ക് US നിന്ന് പൈസ കിട്ടാനുണ്ട്, അത് US ഡോളേഴ്സിലായിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ അത് സെല് ചെയ്ത് നമ്മുടെ കറൻസി ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരം എന്ന് വെച്ചാല് നമ്മുടെ കയ്യിലുള്ള US ഡോളർ മാറ്റിയാൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം റേറ്റ് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തതല്ലേ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഈ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതാണ് ഫോർവേഡ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യം. ഓക്കെ, ഇനി ഫ്യൂച്ചർ, കറൻസി ഫ്യൂച്ചർ. കറൻസി ഫ്യൂച്ചറിന്റെ ഒരു പ്രത്യേകത, കറൻസി ഫ്യൂച്ചറും കറൻസി ഫോർവേഡ് കോൺട്രാക്റ്റും സെയിം ആണ്. പക്ഷെ ഡിഫറൻസ്, ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഒരു ഡിഫറൻസ് അല്ല, രണ്ടു മൂന്ന് ഡിഫറൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതൊരു കറൻസി ഫ്യൂച്ചേഴ്സ് ഈ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മൾ എൻട്രി ചെയ്യുന്നതും അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലൂടെ ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒരു ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച് അവിടെ ഉണ്ട്. ഓക്കെ, ഫോർവേഡ് കോൺട്രാക്റ്റില് അങ്ങനെ ഒരു എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സെറ്റപ്പുകളൊന്നുമില്ല. രണ്ടാൾക്കാർ തമ്മിലുള്ള കോൺട്രാക്ട് ആണ് ഫോർവേഡ് കോൺട്രാക്ട്. പക്ഷെ ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ. അവിടുന്നാണ് നമ്മൾ ഈ പാർട്ടികൾ തമ്മിൽ സെയിലും പർച്ചേസും നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതെപ്പോഴും ഡയറക്റ്റ് കോട്ടിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ പ്രൈസ് നമ്മൾ ഡയറക്റ്റ് കോട്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ പ്രൈസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഡേറ്റിന് മുന്നേ വേണമെങ്കിലും, ആ ഡേറ്റ് തന്നെ വേണമെന്നില്ല, ആ ഡേറ്റിന് മുന്നേ വേണമെങ്കിലും ഈ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാം, ഫ്യൂച്ചർ കോൺട്രാക്ട്. ഓക്കെ, പക്ഷേ ഫോർവേഡ് കോൺട്രാക്റ്റില് ആ ഡേറ്റ്, അതായത് എക്സ്പയറി ഡേറ്റ് മാത്രമേ ഈ കോൺട്രാക്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഫ്യൂച്ചർ കോൺട്രാക്റ്റില് എക്സ്പയറി ഡേറ്റിന് മുന്നേ വേണമെങ്കിലും ഈ കോൺട്രാക്ട് നമുക്ക് വേണ്ടെന്ന് വെക്കാം. അതായത് ഇപ്പം സെല്ല് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ വേറൊരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, സെയിം യൂണിറ്റ് സെയിം രീതിയിൽ. ബൈ ചെയ്യുന്ന ആള് വേറെ ആളുടെ കൂടെ കോൺട്രാക്ട്, അതായത് ഇപ്പം ഒരു സെല്ലറും ബയ്യറും ഉണ്ടല്ലോ, ഇവരുടെ ഈ സെല്ലറും എ എന്ന് പറയുന്ന സെല്ലറും ബി എന്ന് പറയുന്ന ബയ്യറും. ഇപ്പൊ എയും ബിയും ആയിട്ടല്ലാതെ ഈ ബി വേറെ സെല്ലറിന്റെ അടുത്ത് പോയി വേറെ കോൺട്രാക്ട് തുടങ്ങുക സെയിം സാധനത്തിന്, എ വേറെ ബയ്യറിന്റെ അടുത്ത് പോയി കോൺട്രാക്ട് തുടങ്ങുക സെയിം സാധനത്തിന്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കോൺട്രാക്ട് ഇല്ലാതാവും. പക്ഷെ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് മാത്രമേ സെറ്റിൽമെന്റ് കാര്യങ്ങളും ഒക്കെ നടത്താൻ പറ്റുള്ളൂ. ഇതാണ് അത് തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഇനി കറൻസി ഓപ്ഷൻസ്. കറൻസി ഓപ്ഷൻസ് അറിയോ? ഓപ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ? കറൻസി ഓപ്ഷൻസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാ? കോൾ ഓപ്ഷൻ എന്ന് വെച്ചാല് വാങ്ങാനുള്ളത് തന്നെയാണ്, നമ്മൾ വാങ്ങാനുള്ള ഓപ്ഷൻസ് ആണ് കോൾ ഓപ്ഷൻസ്. പുട്ട് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. സോ കോൾ ഓപ്ഷനില് കോൾ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്കാർക്ക്, അതായത് ബയ്യറിന് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷെ ഒബ്ലിഗേഷൻ ഇല്ല. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണ്, ഇത്ര ഡേറ്റിനുള്ളിൽ അല്ല ഈ ഡേറ്റിൽ ഈ എക്സ്ചേഞ്ച് റേറ്റിൽ നമുക്ക് സാധനം വിൽക്കാം, അതായത് കറൻസി വിൽക്കാം, ട്രേഡ് ചെയ്യാം എന്നൊരു എഗ്രിമെന്റ് വരുവാണ്. പക്ഷേ ഈ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് തീരുമാനിക്കാം വാങ്ങണോ വേണ്ടയോന്ന്. വാങ്ങണം ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? അതായത് അവർക്ക് ഇപ്പൊ നമ്മള് എക്സ്ചേഞ്ച് റേറ്റ് എഗ്രിമെന്റ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യൂലോ. അതായത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് അല്ലാതെ, കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് അല്ലാതെ നമ്മളൊരു ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയിട്ട് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യൂലോ. എന്നിട്ടാണല്ലോ നമ്മൾ ഈ ഓപ്ഷൻസും കോൺട്രാക്ട്സും ഒക്കെ എഗ്രിമെന്റുകളും ഒക്കെ നടത്തുന്നത്. സോ പ്രസന്റ് ഡേറ്റിലുള്ള, അതായത് നമ്മൾ ഈ ഓപ്ഷൻ എക്സ്പയർ ആകുന്ന ദിവസം ഈ ഓപ്ഷൻ വാങ്ങിയ ആൾക്ക് മാർക്കറ്റിലെ റേറ്റും ഈ റേറ്റും കൂടെ കമ്പയർ ചെയ്യാം. എന്നിട്ട് ഏതാണോ അയാൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത് അത് അയാൾക്ക് വാങ്ങിയാൽ മതി. അല്ലാതെ ഇത് വാങ്ങണം ഒരു നിർബന്ധവും ഇല്ല. അതാണ് പറയുന്നത്, റൈറ്റ് ഉണ്ട് വാങ്ങാൻ, പക്ഷെ ഒബ്ലിഗേഷൻ ഇല്ല, വാങ്ങണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആയോ? അതാണ് കറൻസി കോൾ ഓപ്ഷൻ. ഓക്കെ. ഇനി പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്, പുട്ട് ഓപ്ഷനിൽ വാങ്ങുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ റൈറ്റ് ഉണ്ട്, പക്ഷെ സെല് ചെയ്യണമെന്ന് ഒബ്ലിഗേഷൻ ഇല്ല. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നമ്മളൊരു എഗ്രിമെന്റ് നടത്തി, പക്ഷെ സെല് ചെയ്യുന്ന ഡേറ്റില് നമ്മുടെ ഈ എഗ്രിമെന്റിലുള്ള റേറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ വിറ്റാ കിട്ടുമെങ്കിൽ നമ്മൾ ഈ കോൺട്രാക്ട് നടത്തണമെന്നില്ല, നമുക്ക് മാർക്കറ്റിൽ വിൽക്കാം. അതാണ് പറയുന്നത് റൈറ്റ് ഉണ്ട്, പക്ഷെ ഒബ്ലിഗേഷൻ ഇല്ല സെയിൽ ചെയ്യണമെന്ന്. അതാണ് കറൻസി പുട്ട് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ള ഓപ്ഷൻ. ഒരു സ്പെസിഫിക് കറൻസി ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ വാങ്ങാം എന്ന് പറയുന്നതാണ് കോൾ ഓപ്ഷൻ. സോ കോൾ ഓപ്ഷൻ നമ്മൾ എപ്പോഴായിരിക്കും യൂസ് ചെയ്യുന്നത്? നമുക്ക് പേയബിൾസ് ഉണ്ടെങ്കിൽ, അല്ലെ? പേയബിൾസ് ഉണ്ടെങ്കിലാണ് നമ്മൾ കറൻസി കോൾ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അല്ല റിസീവബിൾസ് ആണോ ഉള്ളെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി പിന്നെ പറയുന്ന ഒരു കാര്യം, ഓപ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഫോർവേഡ് കോൺട്രാക്റ്റിനെയും അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനേക്കാളും ഫ്ലെക്സിബിൾ ആണ്. കാരണം ഇവർക്ക് ഡിസൈഡ് ചെയ്യാം ഇത് വാങ്ങണോ ഒരു നിർബന്ധവും ഇല്ല, ഒരു ഒബ്ലിഗേഷനും ഇല്ല. സോ അത് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കമ്പയർ ചെയ്തിട്ട് ഏതാണോ അവർക്ക് ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് അനുസരിച്ച് അവർക്ക് ചെയ്താൽ മതി. അല്ലാതെ ഒരു നിർബന്ധവും ഇല്ല, ഒരു ഒബ്ലിഗേഷനും ഇല്ല അത് വാങ്ങണമെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പില് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്,
ഇപ്പം ഒന്നിൽ കൂടുതൽ ഫോർവേഡ് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയാന്ന് വെച്ചാല്, അതായത് ഒന്നിൽ കൂടുതൽ ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യും. അതായത് ചിലത് ഒരെണ്ണം പർച്ചേസ് ചെയ്യാനുള്ള ഫോർവേഡ് കോൺട്രാക്ട് ആയിരിക്കും, ഒരെണ്ണം സെയിൽ ചെയ്യാനുള്ള കോൺട്രാക്ട് ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്താ പറഞ്ഞേ? ആരോ ഒരാൾ മെസ്സേജ് അയച്ചു, ഞാൻ കണ്ടില്ല മെസ്സേജ് എന്താന്ന്. സൗമ്യാന്ന് തോന്നുന്നു, ഒന്നുകൂടെ പറയൂ എന്താ അയച്ചെന്ന്. സ്വാപ്പ് എന്ന് വെച്ചാല് ഒരു ഇതുപോലെയുള്ള ഒരു പുട്ട് ഓപ്ഷൻ, അങ്ങനെ എന്താ പറയാ, ഒരു ഡെറിവേറ്റീവിന്റെ പേരാണ് സ്വാപ്പ്. ഓക്കെ, സോ ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഒന്നിൽ കൂടുതൽ കോൺട്രാക്റ്റുകൾ ഡിഫറെന്റ് ഡേറ്റ്സിലേക്ക് പല പല ഡേറ്റില്, ഒരേ ഡേറ്റ് അല്ല, സെയിം വാല്യൂ ഓഫ് എമൗണ്ട്, അതായത് എമൗണ്ട് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് ഡേറ്റിലേക്ക് ഈ കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യും. അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, എക്സാമ്പിൾ ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനി, അവർ പല കൺട്രീസിൽ അവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ജൂൺ 1-ാം തീയതി ഈ കമ്പനിക്ക് ജർമ്മനിയിലെ ഒരു വെൻഡറിന് 500,000 യൂറോ കൊടുക്കണം. ഓക്കെ, മൾട്ടിനാഷണൽ കമ്പനിയാണ്, പല പല കൺട്രീസിലുണ്ട്. സോ ജർമ്മനിയിലുള്ള ഒരു വെൻഡറിന് 500,000 കൊടുക്കണം, 500,000 യൂറോ കൊടുക്കണം. ഓക്കെ, ഈ കമ്പനിക്ക് ഇപ്പോ, അതായത് ഈ ജൂൺ 1-ന് ഈ ടൈമില് ആകെ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $680,000 അവൈലബിൾ ആണ് അവർക്ക്. അത് മൾട്ടിനാഷണൽ കമ്പനി ആണല്ലോ, അപ്പം പേ ചെയ്യാൻ വേണ്ടിയിട്ട് $680,000 അവരുടെ കയ്യിലുണ്ട്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ എമൗണ്ട്സ് ഒന്നും ഇല്ല. ക്ലിയർ ആയോ? ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, സോ ജൂൺ 1-ന് 50,000 യൂറോ ജർമ്മനിയിൽ കൊടുക്കണം. ആകെ അവൈലബിൾ ആയിട്ടുള്ളത് $680,000 ആണ്. ഇനി ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ $680,000 മേടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, ജർമ്മനിയിലെ വെണ്ടറിന് പേ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഡിസംബർ 1 വരെ ജർമ്മനിയിൽ നിന്ന് ഒരു എമൗണ്ടും കിട്ടാനില്ല. മനസ്സിലായോ? അതായത് യു എസ് എമൗണ്ട് മേടിച്ച് നമ്മൾ അടച്ചെന്ന് വിചാരിക്കുക, ഡിസംബർ 1 വരെ നമുക്ക് ഒന്നും കിട്ടാനില്ല ജർമ്മനിന്ന്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ക്ലിയർ ആയോ? സിറ്റുവേഷൻ ക്ലിയർ ആയോ? ഇപ്പത്തെ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ജൂൺ 1-ലെ എക്സ്ചേഞ്ച് റേറ്റ് യൂറോ ഈക്വൽ ടു, അതായത് 1 യൂറോ ഈക്വൽ ടു 1.35 ആണ്. ഓക്കെ, 1.35 ആണ്. അപ്പൊ നമുക്കറിയാം ഡിസംബർ 1 കഴിഞ്ഞാല് ജർമ്മനിന്ന് പൈസ കിട്ടും. ശരിയല്ലേ? ജർമ്മനിന്ന് പൈസ കിട്ടും. എത്ര രൂപ കിട്ടും? 500 യൂറോ കിട്ടും.
അപ്പോ കമ്പനി എന്ത് ചെയ്യും? ഈ 6 മാസത്തേക്ക് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ അങ്ങോട്ട് സൈൻ ചെയ്യും. 6 മാസത്തില് ഫോർവേഡ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് €1 ഈക്വൽ ടു 1.4 USD ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. സോ ഇവിടെ പറയുന്നത് യൂറോ പ്രീമിയത്തിലാണ് വിൽക്കുന്നതെന്ന്. ശരിയല്ലേ? 1.35 ആണ് എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് 1.4 ദാറ്റ് മീൻസ് പ്രീമിയത്തിലാണ് യൂറോ വിൽക്കുന്നത്. ശരിയല്ലേ? ഇത്രയും ക്ലിയർ ആയോ? സോ ജൂൺ ഒന്നിന് 50,000 യൂറോ, സോറി 500,000 യൂറോ നമുക്ക് പേ ചെയ്യണം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് 680,000 ഡോളേഴ്സ് ആണ്. സോ 50,000 യൂറോ ആകണമെങ്കിൽ എത്ര ഡോളേഴ്സ് വേണം? സോറി, 500,000 യൂറോ ആവണമെങ്കിൽ 500,000 ഇൻറ്റു 1.35, അതായത് 675,000 ഡോളർ വേണം നമുക്ക് ജർമ്മൻ വെൻഡറിന് പേ ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ 675,000 ജർമ്മനിയിലുള്ള വെൻഡറിന് പേ ചെയ്തു. ഡിസംബർ ഫസ്റ്റ് ആയപ്പോ നമുക്ക് 500,000 യൂറോ കിട്ടി. 500,000 യൂറോ കിട്ടി. ഓക്കെ. അതിനെ നമുക്ക് ഈ US ബാങ്കിലോട്ട് അടയ്ക്കണ്ടേ? നമ്മളൊരു ഫോർവേഡ് കോൺട്രാക്ട് എടുത്തിരുന്നു. സോ റേറ്റ് എത്രയാ? 1.4 ആണ്. സോ 500 യൂറോ എന്ന് പറഞ്ഞാല് ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം $700,000 കിട്ടി. ഓക്കെ, $700,000 കിട്ടി. അതിൽ നമുക്ക് $675 മാത്രം പേ ചെയ്താൽ പോരെ? ബാക്കി $25,000 ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് വഴി അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് ആയി. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഇപ്പൊ പറഞ്ഞ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ, എവിടെ തൊട്ടാ? സ്വാപ്പ് മൊത്തമായിട്ടാണോ അതോ ഇതിന്റെ കൺസെപ്റ്റ് എന്താന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ മതിയോ? അതായത് ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് എന്ന് അല്ല, ബാങ്കിൽ തിരിച്ചടയ്ക്കുന്നത്. അതായത് ആ ടൈമിൽ 1.35 ആയിരുന്നു എക്സ്ചേഞ്ച് റേറ്റ്. സോ നമ്മള് 675,000 ആണ് US എടുത്ത് നമ്മൾ യൂറോ ആക്കി മാറ്റി നമ്മൾ ജർമ്മനിയിൽ കൊടുത്തു. അതായത് ഡിസംബർ ഒന്നായപ്പം നമുക്ക്
500,000 യൂറോ അവിടുന്ന് കിട്ടി. സോ നമ്മളൊരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ആകുമ്പോൾ 1.4 റേറ്റില് ഫോർവേഡ് കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മള് ഈ 500,000 1.4 എന്ന റേറ്റിലേക്ക് ഡോളർ ആക്കി മാറ്റി. സോ $700,000 കിട്ടി. ഈ ഡോളറിൽ 675 നമ്മൾ US എടുത്തിട്ടുള്ളൂ. സോ 675 തന്നെ നമ്മൾ തിരിച്ചടയ്ക്കും. ബാക്കി 25,000 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ആണ്, സ്വാപ്പ് വഴി കിട്ടിയ ഏണിങ്സ് ആണ്. മനസ്സിലായോ? അതായത് ഇവര് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു പേയ്മെന്റ് ഒരു റേറ്റില് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തും. സോ പിന്നീട് ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ നമുക്ക് ഏതെങ്കിലും ഒരു റേറ്റിൽ ഒരു എമൗണ്ട് കിട്ടും, ഒരു റിസീവബിൾ ഉണ്ട് എന്നറിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് കോൺട്രാക്റ്റില് എഗ്രിമെന്റ് അല്ലെ ഫോർവേഡ് കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്യും. എന്നിട്ട് ആ റേറ്റില് കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യും. സോ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കും. അതായത് കറന്റ് റേറ്റ് മേടിച്ച് ഫ്യൂച്ചറിലുള്ള ഫോർവേഡ് റേറ്റ് വിറ്റ് പൈസ വാങ്ങും. അതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതായത് ഡിഫറെന്റ് ഡേറ്റില് ഫോർവേഡ് കോൺട്രാക്റ്റില് സെയിം എമൗണ്ടില് എഗ്രിമെന്റ്സ് നടത്തിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന, അതായത് ആ എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫോർവേഡ് റേറ്റിലുള്ള സ്പോട്ട് റേറ്റും ഫോർവേഡ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. അതായത് 1.35 ആയിരുന്നു സ്പോട്ട് റേറ്റ്, ഫോർവേഡ് റേറ്റ് 1.4 ആണ്. സോ അത്രയും പ്രോഫിറ്റ് അവർക്ക് കിട്ടി. ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി ഫോറിൻ കറൻസി സ്വാപ്പ്. ഇതൊന്നും തീരില്ലല്ലോ. ഫോറിൻ കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്താണെന്നറിയോ? ഓക്കെ, അറിയില്ലായിരിക്കും, ഞാൻ പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു കമ്പനി, എക്സാമ്പിൾ പറയാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എ എന്ന് പറയുന്ന ഒരു കമ്പനി, ബി എന്ന് പറയുന്ന ഒരു കമ്പനി, എയും ബിയും ഒരു ബാങ്കിൽ നിന്ന് 1 lakh വെച്ച് ബോറോ ചെയ്തു. എയും 1 lakh ബോറോ ചെയ്തു, ബിയും 1 lakh ബോറോ ചെയ്തു. ഓക്കെ, എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ബോറോ ചെയ്തത്. ദാറ്റ് മീൻസ് എല്ലാ മാസവും ഒരേ എമൗണ്ട് ആണ് എക്ക് പേ ചെയ്യേണ്ടത്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ എടുത്തത്. അതായത് ഓരോ മന്തും ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി എയുടെ ഏണിങ്സ് ഫിക്സഡ് അല്ല, ഏണിങ്സ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഭയങ്കര പൈസ കിട്ടും, ചിലപ്പോൾ പൈസ കിട്ടില്ല. അതാണ് എയുടെ സിറ്റുവേഷൻ. ബിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ബിക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഏണിങ്സ് ഉള്ള കമ്പനിയാണ് ബി. ക്ലിയർ ആയോ? അപ്പൊ എ എന്ത് ചെയ്യുന്ന വെച്ചാല് എയും ബിയും കൂടെ ഇവരുടെ ഇൻട്രസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. എക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, പക്ഷെ ഏണിങ്സ് വേരിയബിൾ ആണ്. ബിക്ക് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, പക്ഷെ ഏണിങ്സ് ഫിക്സഡ് ആണ്. സോ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ലയബിലിറ്റീസ് തമ്മിൽ കൈമാറും. അപ്പോ എക്ക് ഫ്ലോട്ടിംഗ് ആണ്, അതായത് എക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ഫ്ലോട്ടിംഗ് ആവും. സോ എ എന്ത് ചെയ്യും? ബിയുടെ വേരിയബിൾ അടയ്ക്കും, ബി എന്ത് ചെയ്യും?
എയുടെ ഫിക്സ്ഡ് എമൗണ്ട് അടയ്ക്കും. ക്ലിയർ ആയോ? ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഫോറിൻ കറൻസി സ്വാപ്പില് ഇത്രയേ ഉള്ളൂ. ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് മാത്രമല്ല, പ്രിൻസിപ്പൽ പേയ്മെന്റും പേ ചെയ്യും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയട്ടെ, അപ്പൊ ക്ലിയർ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് തന്നെ പറയാം. ABC എന്ന് പറയുന്ന ഒരു US കമ്പനി, ഓക്കെ, അവര് യൂറോയില് യൂറോ ബോൺസ് ഇഷ്യൂ ചെയ്യുവാണ്. US കമ്പനിയാണ്, പക്ഷെ യൂറോ ബോൺസ് ഇഷ്യൂ ചെയ്യുവാണ്. അപ്പം യൂറോ, അതായത് UK-യിലുള്ള ആൾക്കാർ, അതായത് GBP യൂറോ മേടിക്കുന്ന, അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള യൂറോ ജർമ്മനിയിലുള്ള, ഓക്കെ, യൂറോ ജർമ്മനിയാണ്. സോ ജർമ്മനിയിലുള്ള ആൾക്കാര്, കുറച്ച് ആൾക്കാരെങ്കിലും US കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എന്ന് വിചാരിക്കും. US കമ്പനിയാണ്, പക്ഷെ ഇഷ്യൂ ചെയ്യുന്നത് യൂറോ ബോണ്ടാണ്. സോ ജർമ്മനിയിലുള്ള കുറച്ച് ആൾക്കാര് ഈ US കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ കമ്പനി എന്തായാലും ഇവർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് ഏതിലായിരിക്കും? യൂറോയിലായിരിക്കും അല്ലെ? ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ, അത് അറ്റ് ദി എൻഡിൽ പ്രിൻസിപ്പൽ പേയ്മെന്റ്സും ഒക്കെ നടത്തേണ്ടത് യൂറോയിലായിരിക്കും. ശരിയല്ലേ? ഹലോ, ഓക്കെ. അപ്പം യൂറോയിലായിരിക്കും ഇവർ അടയ്ക്കേണ്ടി വരിക. അപ്പൊ ഈ US കമ്പനി എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായിട്ട് ചില നെഗോഷിയേഷൻസ് നടത്തും. അതായത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനോട് ഹെൽപ്പ് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസ് നടത്താൻ. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഇതേ ഒബ്ലിഗേഷൻസും ഇതേ പേയ്മെന്റ്സും ഒക്കെ ഉള്ള മറ്റൊരാളെ കണ്ടുപിടിക്കും. അതായത് ജർമ്മനിയിലുള്ള US-ലേക്ക് പേയ്മെന്റ്സ് നടത്തേണ്ട ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് കണ്ടുപിടിക്കും. നമ്മളിപ്പോ US കമ്പനിയാണ്, നമുക്ക് ജർമ്മനിയിലേക്കാണ് പേയ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ബാങ്കിനെ സമീപിക്കുമ്പോൾ ഇതേ എമൗണ്ട് ഇതേപോലെ തന്നെ ജർമ്മനിന്ന് US-ലേക്ക് കൊടുക്കേണ്ട ആളെ അവർ കണ്ടുപിടിച്ചു തരും നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇൻട്രസ്റ്റ് കൊടുക്കാറാകുമ്പോൾ ജർമ്മനിയിലുള്ള കമ്പനി നമുക്ക് യൂറോ തരും, US കമ്പനി ഡോളർ അങ്ങോട്ട് കൊടുക്കും. ക്ലിയർ ആയോ? ഇതാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഉണ്ടെന്നാ പറയുന്നത്. ഫ്ലോട്ടിംഗ് ടു ഫ്ലോട്ടിംഗും ഉണ്ട്, ഫിക്സഡ് ടു ഫ്ലോട്ടിംഗും ഉണ്ട്. അതായത് ഫ്ലോട്ടിംഗ് ടു ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാല് രണ്ട് കൺട്രിയിലും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഫിക്സഡ് ടു ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാല് ഒരിടത്ത് പേയ്മെന്റ് ഫിക്സഡ് ആയിരിക്കും, മറ്റിടത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി കറൻസി സ്വാപ്പിനെ രണ്ടായിട്ട് പറയാന്ന് പറഞ്ഞത് ലയബിലിറ്റി സ്വാപ്പും അസറ്റ് സ്വാപ്പും. അതായത് ലയബിലിറ്റി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ലയബിലിറ്റി ആയിട്ടാണ് ഈ ഇൻട്രസ്റ്റുകൾ പേ ചെയ്യുന്നത് എങ്കിൽ, അതായത് നമ്മുടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തതിന് നമ്മൾ പേ ചെയ്യുന്നതാണ് എങ്കിൽ അത് ലയബിലിറ്റി ആണല്ലോ. ഇൻട്രസ്റ്റ് നമ്മുടെ ഒരു സംരംഭത്തിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് പേ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്. സോ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ പേയ്മെന്റ്സും ലയബിലിറ്റി ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെ ലയബിലിറ്റി സ്വാപ്പ് എന്നും,
അതേസമയം നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ് ആണെങ്കിൽ, നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ് ആണെങ്കിൽ അതിനെ അസറ്റ് സ്വാപ്പ് എന്നും പറയും. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി അടുത്തത് പറയുന്നത്, നമ്മളൊരു ഫോറിൻ കറൻസിയിൽ ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ രണ്ട് ഫാക്ടർ ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റും, രണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. ദ ചേഞ്ച് ഇൻ ദ ബോറോഡ് കറൻസീസ് വാല്യൂ, കറൻസിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് RF ഈക്വൽ ടു 1 പ്ലസ് IF. IF എന്ന് പറഞ്ഞാൽ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഫോറിൻ കറൻസി ലോൺ, അതായത് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് ആ റേറ്റ് ഇൻറ്റു 1 പ്ലസ് EF. EF എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഫോറിൻ കറൻസിയുടെ പെർസെൻറ്റേജ് ചേഞ്ച്, ഫോറിൻ കറൻസിയുടെ പെർസെൻറ്റേജ് ചേഞ്ച്. ഓക്കെ, ഫോറിൻ കറൻസിയുടെ പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഫോറിൻ കറൻസിയുടെ ചേഞ്ച് ആണ്. ഫോറിൻ കറൻസി അപ്രീഷിയേറ്റ് ചെയ്തോ ഡിപ്രീഷിയേറ്റ് ചെയ്തോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. EF എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തോ അപ്രീഷിയേറ്റ് ചെയ്തോ എന്നാണ്. സോ ഫോറിൻ കറൻസി ആയിരിക്കണം എപ്പോഴും ബേസ് കറൻസി, ഫോറിൻ കറൻസി ബേസ് കറൻസി ആയിട്ടുള്ള വാല്യൂ വേണം എടുക്കാൻ. മനസ്സിലായോ? അതായത് ഇൻ കേസ് $1 ഈക്വൽ ടു ഇത്ര യൂറോന്നോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് €1 ഈക്വൽ ടു എത്ര USD ആണ് കണ്ടുപിടിക്കണം. എന്നിട്ടേ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാവുള്ളൂ. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. ST പ്ലസ് 1 മൈനസ് S. ST പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ട് റേറ്റ്, അതായത് അറ്റ് ദി എൻഡ് ഓഫ് ഫിനാൻസിങ് പീരീഡ്, അതായത് എൻഡ് പീരീഡിലെ റേറ്റ് മൈനസ് ബിഗിനിങ് പീരീഡിലെ റേറ്റ് ഡിവൈഡഡ് ബൈ ബിഗിനിങ്ങിലെ റേറ്റ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസെപ്റ്റ് വൈസ് തിങ്ക് ചെയ്തു ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്താലും ആൻസർ ചെയ്യാം. MNC corporation, a US multinational corporation, is seeking to finance a project in the US that will require 2 million in a financing for 1 year. MNC's preference is to borrow the full amount with no down payment. MNC can borrow locally at a fixed rate of 6%. Alternatively, MNC can borrow in Japan in yen at a fixed interest rate of 1%. MNC borrows in Japan in Japanese yen. MNC Japanese yen-ലാണ് borrow ചെയ്തത്. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് $1 ഈക്വൽ ടു 121.35 yen ആണ്. ഇനി ഇവിടെ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും തരുന്നുണ്ട്. പിന്നത്തെ റേറ്റ് ഇവിടെ ആട്ടോ തരുന്നത്. അതായത് അവർ ആൻസറും എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നത്തെ റേറ്റ് ഇവിടെ തരുന്നുണ്ട്. $1 ഈക്വൽ ടു 117.71 yen. ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ഇട്ടാൽ മതി. ഇക്വേഷൻ എന്തായിരുന്നു?
1 into interest rate of foreign currency loan. Foreign currency loan interest rate എത്രയാ? നമ്മുടെ കൺട്രിയിലാണെങ്കിൽ 6% ആണ്, ലോക്കൽ ആണെങ്കിൽ 6%, ഫോറിൻ ആണെങ്കിൽ 1%. സോ 1%, 1 into 1%, സോറി 1 plus 1% into 1 plus EF കണ്ടുപിടിക്കണം. EF കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ഏത് കറൻസി ആയിരിക്കണം ബേസ് കറൻസി? ഫോറിൻ കറൻസിയെ ബേസ് കറൻസി ആക്കണം. സോ ഇവിടെ നമുക്ക് $1 ഈക്വൽ ടു തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ 1 yen എന്നാക്കണം. എങ്ങനെയാ? റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാ പോരെ? നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സോ റെസിപ്രോക്കൽ കണ്ടുപിടിക്കുമ്പോ എത്രയാ കിട്ടിയിരിക്കുന്നത്? 0.008495 0.008241. സോ ഇതാണ് സ്പോട്ട്, ഇതാണ് കറണ്ട്, അതായത് ബിഗിനിങ്ങിലെ എൻഡിലെ. സോ എൻഡ് മൈനസ് ബിഗിനിങ് ഡിവൈഡഡ് ബൈ ബിഗിനിങ് ചെയ്തപ്പോ 3.08% കിട്ടി. ഓക്കെ, ഇതാണ് അപ്രീസിയേഷൻ ആണ് സംഭവിച്ചത്. സോ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക RF ഈക്വൽ ടു 1 plus 0.01 into 1 plus 0.0308 minus 1, 4.11%. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇന്റർനാഷണൽ, അടുത്തത് വരുന്നത് ഇന്റർനാഷണൽ പേയ്മെന്റ് മാക്സിമം. ഓക്കെ, ഇന്റർനാഷണൽ പേയ്മെന്റ് പറയുന്ന കാര്യം, നമ്മൾ ഡൊമസ്റ്റിക് പേ ചെയ്യുന്നതിനേക്കാൾ കോംപ്ലക്സ് ആണ് നമ്മൾ ഇന്റർനാഷണലിൽ പേയ്മെന്റ് നടത്തുമ്പോൾ. കാരണം എന്താ? ബയ്യറും സെല്ലറും ഒക്കെ പല സ്ഥലത്തായിരിക്കും, അവർക്ക് ഫിസിക്കലി അവർക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ? ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ ബയ്യറിനെ സംബന്ധിച്ച് ബയ്യറിന് ഓർഡർ ചെയ്ത ഐറ്റം ഓർഡർ ചെയ്ത സമയത്ത് അയാൾ ആഗ്രഹിച്ച സിറ്റുവേഷനിൽ കിട്ടണമെന്നായിരിക്കും. സെല്ലറിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പേയ്മെന്റ് കറക്റ്റ് കിട്ടണമെന്നായിരിക്കും. സോ ഒരു എത്ര ടൈപ്പ്, ഒരു 6 ടൈപ്പ് ഓഫ് പേയ്മെന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ബയ്യർ എങ്ങനെ പേ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഇന്റർനാഷണലില് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ്സ് ചെയ്യുക എന്നുള്ള ടൈപ്സ് ഓഫ് പേയ്മെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് പ്രീ പേയ്മെന്റ്. ഓക്കെ, പ്രീ പേയ്മെന്റ് മെയിൻലി 2 തരത്തിൽ ചെയ്യാം. ഒന്ന് വയർ ട്രാൻസ്ഫറിലും ചെയ്യാം, 2 ചെക്കിലും ചെയ്യാം. വയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ വയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ വയർ ട്രാൻസ്ഫറിന്റെ ഒരു പ്രത്യേകത, ഇപ്പോ വയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് ബൈ ചെയ്യുന്ന ആളുടെ ബാങ്കിൽ നിന്ന് സെല്ല് ചെയ്ത ആളുടെ ബാങ്ക് വരെ എത്തണം, ശരിയല്ലേ? ബൈ ചെയ്ത ആളുടെ അടുത്ത് നിന്ന് സെല്ല് ചെയ്ത ആളുടെ അടുത്ത് വരെ എത്തണം പൈസ. സോ ഇങ്ങനെ പോകുമ്പം ഈ 2 ബാങ്ക് അല്ലാതെ ചിലപ്പം കറസ്പോണ്ടൻസ് ബാങ്കുകൾ ഇതിന്റെ ഉള്ളിൽ വരും. അതായത് ഡെസ്റ്റിനേഷൻ ബാങ്കിൽ എത്തുന്നതിന് മുന്നേ ഡയറക്റ്റ് ആയിട്ട് പറ്റില്ലായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ബയ്യറിന്റെ ബാങ്കിൽ നിന്ന് ഒരു കോമൺ ബാങ്കിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ബാങ്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ സെല്ലറിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഏതൊക്കെ ബാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ ആ ബാങ്കുകാരൊക്കെ ഒരു ഫീ അതിന് ഈടാക്കും. മനസ്സിലായോ? അതായത് ഏതൊക്കെ ബാങ്കിൽ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ ആ ബാങ്കുകാരൊക്കെ ഒരു ഫീ ഈടാക്കും. അതുകൊണ്ട് തന്നെ ഈ സെല്ലറിന് എത്ര എമൗണ്ടിലാണോ വിറ്റത്
എത്ര എമൗണ്ടിലാണോ വിറ്റത് ആ എമൗണ്ട് തന്നെ കിട്ടണമെങ്കിൽ അവരെ ബയ്യറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവണം. അതായത് ഈ ബാങ്കിങ് ഫീസുകളും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം ഇടാനെന്ന്. മനസ്സിലായോ? ഓക്കെ, അതാണ് വയർ ട്രാൻസ്ഫറിൽ പറയുന്നത്. ഇനി ചെക്കിൽ പറയുന്നത്, ചെക്ക് വഴി പേ ചെയ്യുവാണെങ്കിൽ ചെക്കിന് റിസ്ക് കൂടുതലാണ്. ചെക്ക് വഴിയാണെങ്കിൽ ആദ്യം ഈ ചെക്ക് ബാങ്കുകാർ, അതായത് ബയ്യറിന്റെ ബാങ്കുകാർ അയക്കും. ആദ്യം ഈ സെല്ലറിന്റെ ബാങ്കുകാർ എടുത്ത് ഈ ചെക്ക് എത്തണം. ആദ്യം ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചെക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ചെക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചെക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതൊരു കാര്യം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിന് ഒത്തിരി ടൈം എടുക്കും. അതാണ് പിന്നെയുള്ള കാര്യം. ഓക്കെ, സോ രണ്ട് തരത്തിലാണ്. ഒന്ന് വയർ ട്രാൻസ്ഫറും ഉണ്ട്, രണ്ട് ചെക്ക് വഴിയുണ്ട്. ഇനിയുള്ളത് ഡോക്യുമെന്ററി കളക്ഷൻസ് ആൻഡ് ഡ്രാഫ്റ്റ്. ഡോക്യുമെന്ററി കളക്ഷൻസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഓഷ്യനിലൂടെയുള്ള ഷിപ്മെന്റ്സിനാണ്. അതായത് ഓഷ്യൻസിലൂടെയുള്ള ഷിപ്മെന്റ്സിനാണ് നമ്മൾ ഡോക്യുമെന്ററി കളക്ഷൻസ്. അതെന്താന്ന് ഞാൻ പറയാം. അതായത് എന്താ പറയാ, ഈ സെല്ല് ചെയ്യുന്ന ആള് ഒരു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ആണ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടത് എന്ന്. അതായത് ഈ എന്താ പറയാ, നമ്മുടെ സെല്ലറ് ഒരു ഡ്രാഫ്റ്റ് എഴുതി കൊടുക്കും. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഓഷ്യനിലൂടെ ഒക്കെ ഉള്ളതിന് ബിൽ ഓഫ് ലേഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ ഈ പേപ്പേഴ്സിന്റെ കൂടെ ഒരു ഡ്രാഫ്റ്റും കൂടെ സെല്ലർ കൊടുക്കും. സെല്ലർ കൊടുക്കുന്ന ഡ്രാഫ്റ്റ് എന്താന്ന് വെച്ചാല് അതൊരു ഡയറക്ഷൻ ആണ്. അതായത് ബയ്യറിനോട് പറയുവാണ്, ഈ ബാങ്ക് ഉപയോഗിച്ച് ഈ ബാങ്കിലേക്ക് പേയ്മെന്റ് നടത്തുക, ഏത് ബാങ്കിലേക്കാണ് പേയ്മെന്റ് നടത്തുക, ഈ പറയുന്ന ഡയറക്ഷൻ ആണ് ഡ്രാഫ്റ്റില്. സോ ഓഷ്യനിലൂടെയുള്ള ഷിപ്മെന്റ്സിനാണ് നമ്മൾ ഡോക്യുമെന്ററി കളക്ഷൻ ഡ്രാഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇൻസ്ട്രക്ഷൻ ആണ്. സെല്ലറ് ബയറിന് ഓർഡർ കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് പേയ്മെന്റ് നടത്തേണ്ടത്, ഈ ബാങ്കിലൂടെ പേയ്മെന്റ് നടത്തുക എന്നുള്ള ഓർഡർ കൊടുക്കുന്നതാണ് ഡ്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ ബയ്യർ എന്താ ചെയ്യുന്നത്? ബയ്യറിന്റെ ബയ്യേഴ്സ് ബാങ്കിൽ പേയ്മെന്റ് നടത്തും. പേയ്മെന്റ് നടത്തിയിട്ട് അവിടുന്ന് ബിൽ ഓഫ് ലേഡിങ് വാങ്ങും. അതിനുശേഷം ബയ്യറിന്റെ ബാങ്ക് സെല്ലറിന്റെ ബാങ്കിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. സെല്ലറിന്റെ ബാങ്ക് സെല്ലറിന്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി ഡ്രാഫ്റ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സൈറ്റ് ഡ്രാഫ്റ്റും, രണ്ട് ടൈം ഡ്രാഫ്റ്റും. ഓക്കെ, സൈറ്റ് ഡ്രാഫ്റ്റും ടൈം ഡ്രാഫ്റ്റും. സൈറ്റ് ഡ്രാഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബയ്യറിന്റെ ബാങ്ക് ഉണ്ടല്ലോ, ബയ്യർ പൈസ തന്നാൽ മാത്രമേ ബിൽ ഓഫ് ലേഡിങ് അവർക്ക് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഷിപ്മെന്റിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ബയ്യറിന് കൊടുക്കുള്ളൂ. ബയ്യർ എപ്പോ പേയ്മെന്റ് നടത്തുന്നോ അതുവരെ ഈ ബയ്യറിന്റെ ബാങ്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കും. ബയ്യർ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ ഷിപ്മെന്റിന്റെ ഡോക്യുമെന്റ്സ് ബയ്യറിന് കൊടുക്കുള്ളൂ. അതാണ് സൈറ്റ് ഡ്രാഫ്റ്റ്. ഇനി ടൈം ഡ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല. അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ ബയ്യർ
ബയ്യർ ഈ ഡ്രാഫ്റ്റ് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അതായത് ഞാനിത് അക്സെപ്റ്റ് ചെയ്തു, അക്സെപ്റ്റഡ് എന്ന് എഴുതി ഈ ഡ്രാഫ്റ്റ് അക്സെപ്റ്റഡ് എന്ന് എഴുതി വെക്കും. ദാറ്റ് മീൻസ് കോൺട്രാക്ച്വൽ ബേസിൽ അയാൾ ലയബിൾ ആയി, പേ ചെയ്യാൻ ലയബിൾ ആയി. അതായത് അയാളുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും, ഡ്രാഫ്റ്റില് ടൈം ഡ്രാഫ്റ്റ് ആണെങ്കിൽ ടൈം ഡ്രാഫ്റ്റ് ജസ്റ്റ് അക്സെപ്റ്റഡ് എന്ന് എഴുതി കൊടുക്കും. ബയർ കുറച്ച് കഴിഞ്ഞ് പേയ്മെന്റ് നടത്തിയാൽ മതി, കുഴപ്പമില്ല. ബയർ കുറച്ചും കൂടെ കഴിഞ്ഞ് പേയ്മെന്റ് നടത്തിയാൽ മതി. ഓക്കെ, അതായത് സെല്ലർ കുറച്ച് ടൈം കൊടുക്കും. ടൈം ഡ്രാഫ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതാണ്. ടൈം ഡ്രാഫ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയർ ലയബിൾ ആകും പേ ചെയ്യാൻ വേണ്ടി. പക്ഷെ ബയറിന് കുറച്ച് ടൈം കിട്ടും പേയ്മെന്റ് നടത്താൻ. ക്ലിയർ ആയോ? ഓക്കെ, എനിവേ ഇത് എന്നാ പിന്നെ നാളെ എടുക്കാം. ബാക്കി ഇതുവരെ ഈ പോർഷൻ കഴിഞ്ഞിട്ടില്ല, തീർക്കും. ഇനിയുണ്ട് 2 പേജ് കൂടെ. ഓക്കെ, എനിവേ നാളെ എടുക്കാം ബാക്കി. 9 മണി ആയില്ലേ? 7 മണിക്ക് തന്നെ എല്ലാരും വരാൻ നോക്കാം കേട്ടോ.